ഗുഡ് ഈവനിങ്. മാറ്റിനി ട്രിബ്യൂണലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സൈക്കോളജിക്കൽ വിഭാഗങ്ങളുടെ ദിവസമാണ്, മൺഡേ. അപ്പൊ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങളെ, മാനസിക അവസ്ഥകളെ നമുക്ക് തരണം ചെയ്യാൻ വളരെ പ്രത്യേകതയുള്ള ചില നുറുങ്ങുകൾ, ചില പ്രത്യേക പൊതു രീതികളാണ് ലഹനൻ സാറോട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും നമുക്കോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്കോ ഷെയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഈ ചെറു വിദ്യകളെ നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാം. സോ നിങ്ങൾ എല്ലാവരുടെയും പേരിൽ ലഹനൻ സാറിനെ ഇതിലേക്ക് ക്ഷണിക്കുകയാണ്. ലഹനൻ സാർ, യു ആർ വെൽക്കം. താങ്ക് യു സാബു സാർ. കുറച്ച് ദിവസങ്ങളായി ഇതിനകത്തോട്ട് കയറിയിട്ട് ഒരു വിഷയം കിട്ടി, അതിന്റെ പുറകെ ലേശം ഓടിയപ്പോൾ ഇത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ തരണം എന്നൊരാഗ്രഹം. എല്ലാവരും പറഞ്ഞ ഒത്തിരി കാര്യങ്ങളുണ്ട്. മാനസിക സമ്മർദ്ദം, സംഘർഷം, ഞാൻ വല്ലാതെ വറീഡാണോ, എന്താ ചെയ്യുക, ഇങ്ങനെ നിരാശാജനകമായ ഒരു കൂട്ടം മനുഷ്യർക്കിടയിലൂടെയാണ് നമ്മൾ എല്ലാ ദിവസവും കടന്നു പോകുന്നത്. ഇത് ഞാൻ ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ ക്ലാസ്സിന് എന്നെ അനുവദിച്ച സാബു സാറിനോട് ഒത്തിരി നന്ദി പറയുന്നു. അതിലേറെ സന്തോഷം എൻ്റെ ഗുരുനാഥൻ ഇന്ന് ഇതിനകത്ത് കയറിയിട്ടുണ്ട്, ജയൻ സാർ. കയറി വരുന്ന തെറ്റുകളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ സാർ അത് നോട്ട് ചെയ്യട്ടെ, എന്നോട് പറയട്ടെ, എന്നെ സഹായിക്കട്ടെ. എല്ലാവരുടെ അനുഭവത്തോടു കൂടി ഞാൻ തുടങ്ങുകയാണ്. ഇന്ന് മാനസിക പിരിമുറുക്കങ്ങളെ മെരുക്കാൻ നമുക്ക് ചില പുതിയ മാർഗങ്ങൾ കൂടെ കടത്തിക്കൊണ്ടു പോകാം. മാർഗങ്ങൾ ഒരുപക്ഷെ പഴയതാവും. ഉടുപ്പുകളൊക്കെ ഒന്ന് മാറ്റി കുറച്ചും കൂടെ വ്യത്യസ്തമായ രീതി അവലംബിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ആദ്യം. എന്താണ് മാനസിക സമ്മർദ്ദം ഓർ സ്ട്രെസ്? നമ്മളിതെന്നും കേൾക്കുന്നത് എപ്പോഴും. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ മുന്നിൽ നമ്മൾ ബസ്സിൽ കയറിയാല് ആ രണ്ടുപേര് സംസാരിക്കുന്നതിനിടയ്ക്ക് വന്നു പോകുന്നത്, അവര് പരസ്പരം ചോദിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്യും ഈ പ്രശ്നത്തിൽ. അവിടെയൊക്കെ തന്നെ നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇത് തന്നെയാണ്. എന്താണ് മാനസിക സമ്മർദ്ദം? സർവ്വസാധാരണയായിട്ട് നാം ഇവിടെ ഉപയോഗിക്കുന്ന ഈ പദം, ഒരു വ്യക്തി മാനസികമായും ശാരീരികമായും ഭീഷണികളെ നേരിടുമ്പോൾ ആ വ്യക്തിയിൽ അനിയന്ത്രിതമായി പിരിമുറുക്കം അനുഭവപ്പെടുന്നു. കാര്യം നിസ്സാരമാകാം, വലുതാവാം, ചെറുതാവാം. പക്ഷെ ആ വ്യക്തിയിൽ പിരിമുറുക്കം ഉണ്ടാകുന്നു, ടെൻസ്. തന്റെ ശരീരത്തിന്റെ ഓരോ ഭാഗവും വലിഞ്ഞു മുറുകുന്നതായിട്ട് ആ മനുഷ്യന് അനുഭവപ്പെടും. തൻ്റെ തലയ്ക്ക് വെളിവില്ലാതായോ, എൻ്റെ ചിന്തകൾ എവിടെ പോയി, ഇതൊക്കെ സ്വയം ചോദിക്കുന്ന ചോദ്യമായി അയാളിൽ അവശേഷിക്കുമ്പോൾ ഇത്തരം ഈ ഭീഷണികളെ, ഇത് വാസ്തവത്തിൽ നമുക്ക് ശാരീരികമായും മാനസികമായും ഉണ്ടാവുന്ന ഭീഷണിയാണ്. ഈ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി ശരീരവും മനസ്സും ആവശ്യമായ ഒരുക്കങ്ങൾ നടത്താറുണ്ട്. ഒരു വിവാഹ പന്തലിലേക്ക് ആളുകൾ ഇറങ്ങുന്നതിന് മുമ്പ്, കുടുംബങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുക്കങ്ങൾ ഒരുക്കാറുണ്ട്. പക്ഷെ വീട്ടിലെ അച്ഛനെ അമ്മയുടെയും ഒരുക്കങ്ങളോടൊപ്പം സമ്മർദ്ദങ്ങളും ഉണ്ടാവാറുണ്ട് അവർക്ക്. അപ്പൊ ഈ ഒരുക്കങ്ങൾ ഉണ്ടാകുന്നതാണ് നമ്മുടെ സമ്മർദ്ദമായി മാറുന്നത്. ശാസ്ത്രീയമായിട്ട് നമുക്കതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന 2 ഹോർമോണുകളുണ്ട്. അതാണ് കോർട്ടിസോളും അഡ്രിനാലിനും. ഇത് രണ്ടും ചേർന്ന് നമുക്ക് നമ്മുടെ ശരീരത്തിലെ അവസ്ഥയെ ഒന്ന് മാറ്റുകയാണ്. ആ അവസ്ഥയിൽ ഉണ്ടാകുന്നതിനെ തരണം ചെയ്യാൻ നമ്മളെ പ്രാപ്തരാക്കുന്ന പ്രവൃത്തിയാണ് അവിടെ ചെയ്യുന്നത്. ആ പ്രവൃത്തിയിലൂടെ നമുക്കുണ്ടാകുന്ന അനുഭവം.
അത് സ്ട്രെസ്സായിട്ട് നമുക്ക് തോന്നും. പക്ഷെ നമ്മളെ സംരക്ഷിക്കാനുള്ളൊരു യാത്രയാണ് അത്. ഒരു ഉദാഹരണം പറഞ്ഞാല്, നമ്മുടെ മുമ്പില് നമ്മൾ പലപ്പോഴും കാണുന്ന ഒരു രംഗം തന്നെയാണത്. പട്ടിയുടെ മുമ്പില് പെട്ടെന്ന് വന്നുപെടുന്ന ഒരു പൂച്ച, അതിന്റെ ശരീരത്തെ ഉണ്ടാക്കുന്ന രൂപങ്ങൾ, അതിന്റെ ശരീരം വളഞ്ഞ് കാലുകൾ രണ്ട് സൈഡിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചുകൊണ്ട് അതിന്റെ കൂടെ അവന്റെ രോമങ്ങളൊക്കെ ഒന്ന് വിജൃംഭിച്ച് ഒരു വല്ലാത്ത രൂപത്തിൽ പട്ടിയുടെ മുഖത്തേക്ക് അനങ്ങാതെ നോക്കി നിൽക്കുന്ന ഒരു പൂച്ചയുടെ അവസ്ഥ നിങ്ങളൊക്കെ കണ്ടിട്ടുള്ളത്. പട്ടി ലേശം കഴിയുമ്പോൾ ഈ ഡിഫൻസിൽ, ഓ ഇന്ന് ഇവന്റെ മുഖം ശരിയല്ല, അവന്റെ ശരീരം ശരിയല്ല, പട്ടി പതുക്കെ പിന്നോട്ട് പോകും, ഇന്ന് ഞാനില്ല എന്ന മട്ടി. ആ സമയത്ത് പൂച്ച ചെയ്യുന്നത്, പട്ടിയിൽ നിന്ന് അവൻ ഓടിയെത്താൻ പറ്റാത്ത അകലത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരൊറ്റ ഓട്ടമാണ്. ഇവിടെ ഇതൊരു ഡിഫൻസ് മെക്കാനിസം ആണ് പൂച്ചയുടേതെങ്കിലും ആ സമയത്ത് പൂച്ച അനുഭവിക്കുന്നത് ഹൈ സ്ട്രെസ് തന്നെയാണ്. ഒരു കൈ വിട്ടുപോയാൽ പൂച്ച പട്ടിയുടെ വായിലാണ്. അപ്പൊ അവിടെ നമ്മളെ സഹായിക്കുന്നത് ഈ നമ്മുടെ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, മാനസിക സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമ്മുടെ വൃക്കകൾ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലും കോർട്ടിസോളും ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളാണ്. പൂച്ച ശരീരത്തിൽ ഉണ്ടാക്കിയത് പൂച്ചയുടെ രൂപമല്ല, മറ്റൊരു രൂപമായി അതിനെ മാറ്റിയെടുക്കും. അതിനെ നമ്മൾ പ്രാപ്തരാക്കുകയാണ് ചെയ്യുന്നത്, നമ്മളെ സ്വയം തന്നെ പ്രാപ്തരാക്കുന്നു. പക്ഷെ ഇവിടെയാണ് മറ്റ് ചില സ്ട്രെസ്സുകളൊക്കെ തന്നെ നമുക്ക് നല്ലതാണ്. എക്സാമ്പിള് എക്സാം സ്ട്രെസ്. എക്സാം സ്ട്രെസ്സിൽ എന്തുണ്ടാവുന്നത്? കുട്ടികൾക്ക് ആ സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവരതിനെ നേരിടുന്നതിന് വേണ്ടി പഠനം കൂടുതൽ മുറുക്കുന്നു. ഭയപ്പെടേണ്ട കാര്യമില്ല, ഞാൻ പഠിക്കാൻ വിട്ടുപോയത്, ഒന്നുകൂടെ ശക്തിപ്പെടുത്തിക്കൊണ്ട് എക്സാം സ്ട്രെസ്സിനെ അവര് നേരിടുകയാണ് ചെയ്യുന്നത്. അതായത് നന്നായി പഠിക്കാനുള്ള ശ്രമം അവർ നടത്തുകയാണ് ചെയ്യുന്നത്. രണ്ടാമതൊരു ഉദാഹരണം പറഞ്ഞാൽ ഡെഡ് ലൈൻ. നമ്മുടെ മുന്നിലൊക്കെ വരുന്നുണ്ട്. നമുക്ക് നമ്മുടെ മേലുദ്യോഗസ്ഥൻ, അച്ഛൻ, അമ്മ, സാമൂഹ്യമായ പ്രവർത്തനങ്ങളിലൊക്കെ ഡെഡ് ലൈൻ കിട്ടും. ഇന്ന് വൈകുന്നേരം 4:30 ഈ ജോലി തീർന്നിരിക്കണമെന്ന ഡെഡ് ലൈൻ. നാളെ നേരം വെളുക്കുമ്പോൾ ഈ പറഞ്ഞത് ഇവിടെ ഉണ്ടായിരിക്കണമെന്ന ഡെഡ് ലൈൻ. ചിലപ്പോൾ ഒരു ത്രട്ടായിട്ട് വരെ അത് കയറി വരും. അവിടുന്ന് നമ്മളെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി അല്പം സ്ട്രെസ് നമുക്ക് തന്ന് നമ്മളെ കൂടുതൽ ശക്തിയോടുകൂടി ആ ഡെഡ് ലൈൻ കവർ ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെ സഹായിക്കുന്ന സ്ട്രെസ് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാകുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ്. ഈ സ്ട്രെസ് ഹോർമോൺസ് ആയ അഡ്രിനാലിനും കോർട്ടിസോളും തുടർച്ചയായി നമ്മുടെ രക്തത്തിലേക്ക് ഇങ്ങനെ കയറി മുന്നോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ശാരീരികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതും മാനസികമായ മാറ്റങ്ങൾ സംഭവിക്കുന്നതും നമ്മുടെ അവയവങ്ങൾ പതുക്കെ കേടുവരാനുള്ള അവസ്ഥ ഉണ്ടാക്കുന്നു. അത് സ്ട്രെസ്സിന്റെ ഫലമാണ്. ഈ അങ്ങനെ സ്ട്രെസ് എന്താണെന്ന് ഞാൻ പറഞ്ഞു, അതിൻ്റെ രീതികളെ കുറിച്ച് പറഞ്ഞു. ഇതിന് ദോഷകരമായി, ഇങ്ങനെ സ്ട്രെസ് ഉണ്ടാകുമ്പോൾ ദോഷകരമായി നമുക്ക് സംഭവിക്കുന്നത് എന്തൊക്കെ എന്നുകൂടെ ഒന്നറിയുക. ശാരീരികമായ പ്രശ്നങ്ങളിലേക്ക് തന്നെ ആദ്യം കിടക്കാം. നമുക്ക് നെഞ്ചിടിപ്പുണ്ടാക്കുന്നു, പാൽപിറ്റേഷൻ. നമുക്ക് തലവേദന ഉണ്ടാകുന്നുണ്ട്, തലചുറ്റലുണ്ടാകും, വിറയലുണ്ടാകും, ദഹനക്കേട്, പേശികൾ വലിഞ്ഞു മുറുകുന്ന ഒരവസ്ഥ, തലച്ചോറിന് തന്നെ എന്തോ സംഭവിക്കുന്നു എന്നുള്ള നമുക്കൊരവസ്ഥ, ഉറക്കമില്ലായ്മ, ഇൻസോമാനിയ, അൾസർ. ഈ ഉറക്കമില്ലായ്മയ്ക്ക് നേരെ വിപരീതമായൊരു സംഭവം കൂടിയുണ്ട്. ഉറക്കം തന്നെ ഉറക്കം, അത് ഹൈപ്പർസോമാനിയ. അതും ഇതിന്റെ ഫലമായിട്ടാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ രക്തസമ്മർദ്ദത്തിലെ മാറ്റത്തിന്റെ പ്രധാനപ്പെട്ട കാരണവും ഇത് തന്നെയാണ്, നമ്മളിലുള്ള ആ സ്ട്രെസ്. രക്തത്തിന്റെ
സമ്മർദ്ദത്തിനെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ 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 സമ്മർദ്ദത്തിലേക്ക് നമ്മൾ പോകും. അതിന്റെ അവസാനം എന്താണ്? ഹൃദയരോഗം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ സ്ട്രെസ് ദോഷഫലങ്ങൾ നമുക്ക് തരുന്നത് ശാരീരികമായി ഇത്രത്തോളമുണ്ട്. ഇനിയും മിച്ചമുണ്ട്, പക്ഷെ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അടുത്ത മാനസികമായി നമ്മളെ എങ്ങനെയാണ് ഇത് ബാധിക്കുന്നത്? മാനസികമായിട്ട് നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയുന്നില്ല. രണ്ട്, നമുക്ക് ഓർമ്മക്കുറവുണ്ടാവുന്നു. നല്ല ഓർമ്മയുണ്ടായിരുന്നു ഞാൻ, ഇപ്പൊ എനിക്ക് എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു ഓർമ്മക്കുറവ്. ആളുകളെ പരിചയമുള്ള ആളുകളെ മറന്നുപോകും. ഇറങ്ങേണ്ട സ്ഥലം മറന്നുപോകും. പഠിച്ചത് തിരിച്ചെടുക്കാൻ നമുക്ക് മറന്നുപോകുന്നു. ഇതെല്ലാം തന്നെ ഈ മാനസികമായ സ്ട്രെസ്സിന്റെ ദോഷഫലങ്ങളിലേക്ക് ചൂണ്ടുന്നതാണ്. അത് മാത്രമല്ല, നമ്മളെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്നതും മാനസികമായ അവസ്ഥ തന്നെയാണ്. വീണ്ടും ഈ ഡിപ്രഷനിന്റെ അവസാന ഭാഗം ആത്മഹത്യയാണ്. ആ വ്യക്തിയുടെ അസ്തിത്വം തന്നെ നഷ്ടപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ പിന്നെ മറ്റൊന്നും പറയാനില്ലല്ലോ. ദുസ്വപ്നങ്ങൾ കാണുക എന്നുള്ളതും ഇതിന്റെ കൂടെയുള്ള ഒരു ഫലമാണ്. മാനസികമായ സ്ട്രെസ് പിടിച്ചു കിടക്കുന്ന മനുഷ്യന് ദുസ്വപ്നങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് അതിശക്തമായ ദുസ്വപ്നങ്ങൾ കാണാൻ സാധ്യതകളുണ്ട്, കാണുന്നുണ്ട്. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത ഭാഗത്തേക്ക് നമുക്ക് നോക്കാം. നമ്മുടെ വൈകാരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മളിൽ ഭയമുണ്ടാകുന്നു, നിരാശയുണ്ടാകുന്നു, പെട്ടെന്ന് നമ്മൾ ദേഷ്യപ്പെടുന്നു, അകാരണമായി ദേഷ്യപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട്, വിഷാദമുണ്ട്, വിശ്വാസപ്പെടും, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകുന്നില്ല, സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ വില കുറച്ച് കാണുകയാണ്. നമ്മളെ തന്നെ ചുരുക്കി കൊണ്ടുവരികയാണ്. അങ്ങനെ ചുരുക്കി കൊണ്ടുവരുമ്പോൾ നമ്മളെ ഒരാൾ നോക്കിയാൽ അയാളുടെ ഉള്ളിൽ പറയും, ഓ എന്തോ വലിയ സങ്കടമായി നിൽക്കുക. നമ്മുടെ മുഖത്ത് സന്തോഷം എന്നൊരു വസ്തുത ഉണ്ടാവുകയില്ല. അതിനു പകരം ദുഃഖഛായ മാത്രം ഏറ്റി മുന്നോട്ട് പോകുന്ന മാനുഷിക അവസ്ഥ, ഇത് സ്ട്രെസ്സിന്റെ ഫലമാണ്, അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദത്തിന്റെ ഫലമാണ്. ഇനി നമ്മുടെ ബിഹേവിയർ, പെരുമാറ്റത്തെ കുറിച്ച് ആലോചിച്ചാലോ? പെരുമാറ്റത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ, നമ്മുടെ ബിഹേവിയറിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ അയാൾക്ക് വിശപ്പില്ലായ്മ അനുഭവപ്പെടുന്നുണ്ട്, സാമൂഹ്യമായി ഇടപെടാൻ വിഷമം വരുന്നുണ്ട്, പുകവലിയും മദ്യപാനവും മറ്റു ദൂഷ്യങ്ങളും എല്ലാം തന്നെ അയാളുടെ കൂടപ്പിറപ്പായി വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തൊരവസ്ഥയാണ് പെരുമാറ്റ വൈകല്യങ്ങൾ. നമ്മൾ പറയാറുണ്ട്, ഈ മനുഷ്യൻ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ. അങ്ങനെ ആയിരുന്നില്ല, ഇന്ന് അങ്ങനെയാണ്. കാരണം അന്ന് അയാളിലെ സ്ട്രെസ്സിന്റെ അളവ് കുറവായിരുന്നു. ഇന്ന് അയാൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ വലിപ്പം വളരെ കൂടുതലാണ്. അതാണ് അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തെ മാറ്റിയെടുക്കാൻ സഹായിച്ചത് അയാളിൽ ഉള്ള സ്ട്രെസ്സാണ് എന്ന് പറഞ്ഞേ പറ്റൂ. ഇനി ഇതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരായതുകൊണ്ട് നമുക്കുണ്ടാവുന്ന ഇത്തരം സ്ട്രെസ്സുകളെ നമ്മൾ എങ്ങനെയാണൊന്ന് മറികടക്കുക? നമ്മളതിനെ മറികടന്നേ പറ്റൂ. ജീവിതം സ്വതസിദ്ധമായി അവസാനിക്കുന്നതിന് മുമ്പ് നമ്മുടേതായ വിജയങ്ങൾ നമുക്ക് കൊയ്യണമെങ്കിൽ ഇത്തരം സ്ട്രെസ്സുകളിലെ പരാജയത്തിൽ നിന്ന് നാം വിജയത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു. ഈ ഉത്കണ്ഠകളെ നമുക്ക് മറികടക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ഒന്നുകൂടെ മനസ്സിലാക്കുക, പൂർണ്ണമായി ഈ ഉത്കണ്ഠകളെ മറികടക്കാനും മാറ്റിവെക്കാനും പലപ്പോഴും സാധിക്കാറില്ല. അളവിനൊരു ഉത്കണ്ഠ ഇരുന്നോട്ടെ, അത് വലിയ പ്രശ്നങ്ങളല്ല. അതിനെ ആലോചിച്ച് ദുർബോധത്തെ പോലെ, കരിമ്പോധത്തെ പോലെ നമ്മുടെ കാഴ്ചകൾ പോലും നഷ്ടപ്പെടുത്തി വൈകാരികമായി നമ്മൾ തകർച്ചയിലേക്ക് വരുന്നതിനെയാണ് നമ്മൾ മാറ്റാനുള്ള ശ്രമങ്ങൾ നടത്തേണ്ടത്. അത് ഏതൊക്കെ രീതിയിലേക്ക്
നമ്മുടെ സ്ട്രെസ്സിനെ ഒരു പരിധിയിൽ, നമ്മുടെ പരിധിയിൽ എത്തിക്കാൻ നാം ഉപയോഗിക്കേണ്ട വഴികൾ എന്തൊക്കെയാണെന്നാണ് ഇനി എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുള്ളത്. നോക്കൂ, നമ്മൾ ചിന്തിക്കുന്നത് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കട്ടെ. തന്മയ ഭാവത്തോടുകൂടി, നന്മ ലഭിക്കുന്ന ഭാവത്തോടു കൂടി ക്രിയാത്മകമായി നമുക്ക് ചിന്തിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ വരുന്ന ഈ കൂരിരുട്ട് നമ്മളിൽ നിന്ന് അകന്നു പോകും. നിങ്ങളിലൊക്കെ പലർക്കും അനുഭവം ഉള്ളതായിരിക്കാം. ഇരുട്ടിൽ പെട്ടുപോകുന്നു, നമ്മുടെ ടോർച്ചൊന്നുമില്ല, വീടറിയാം, നമ്മൾ സഞ്ചരിക്കുന്നു, വീട്ടിലേക്ക് വരികയാണ്. അവിടെയാണ് മിന്നാമിനുങ്ങളുടെ ഒരു കൂട്ടം കൂരിരുട്ടിൽ നമുക്ക് വഴി കാണിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് മുൻപിൽ ഒരു വെളിച്ചത്തിന്റെ ധാര കാണുന്നത് ഈ മിന്നാമിനുങ്ങളെയാണ്, മിന്നാമിനുങ്ങളുടെ കൂട്ടത്തെയാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തിൽ കൂരാകുരുട്ടിൽ ആശ്വാസമാകുന്നത് ഒരു തരി വെട്ടമാണ്. ആ വെട്ടം മിന്നാമിനുങ്ങൾ തരുന്നുണ്ട്. അവിടെ മിന്നാമിനുങ്ങൾക്ക് പകരം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റീവായിട്ട് ചിന്തകളെ കൊണ്ടുവരിക, ക്രിയാത്മകമായ ചിന്തകളെ കൊണ്ടുവരിക, അനാവശ്യമായ വ്യാഖ്യാനങ്ങളെ കൊടുക്കാതിരിക്കുക. നമ്മുടെ മുന്നിൽ വന്ന കാര്യത്തിന് വ്യാഖ്യാനങ്ങളുണ്ട്, പറച്ചിലുകളുണ്ട്. പക്ഷെ അതിലെ നെഗറ്റീവ് തോട്ട്സ് കളയുക, നെഗറ്റീവായ ചർച്ചകളെ അവസാനിപ്പിക്കുക, അനാവശ്യമായ വ്യാഖ്യാനത്തിൽ, ചർച്ചകളിൽ നാം പങ്കെടുക്കാതിരിക്കുക, അതിനവസരം കൊടുക്കാതിരിക്കുക. ഇതിനെന്താ ചെയ്യേണ്ടത്? മാനസികമായി പിരിമുറുക്കമുണ്ടാകുമ്പോൾ നമ്മൾ ചുറ്റുപാടുകളെ കുറിച്ച് ബോധവാന്മാരാകും. നമ്മൾ സെൽഫ് അവെയർ ചെയ്യുക. ഞാൻ ആരാണ്, ഞാൻ ചെയ്യേണ്ടത് എന്താണ്? അതിനു മുൻപിൽ തടസ്സമായി നിൽക്കുന്നവർ അവിടെ നിന്നോട്ടെ, വഴിയൊന്ന് മാറ്റിപ്പിടിക്കാം. റോഡിലൂടെ നടന്നു പോകുമ്പം ശക്തമായ ഒരു അപകടം നമ്മുടെ മുന്നിൽ കാണുന്നുവെങ്കിൽ ഞാൻ അപകടത്തിലേക്ക് എടുത്തു ചാടുന്നതിന് പകരം വഴിയൊന്ന് മാറ്റിപ്പിടിക്കാം. നമ്മുടെ സഞ്ചാരപഥം ഒന്ന് മാറ്റിപ്പിടിക്കാം. നമുക്ക് എത്തേണ്ടിടത്തേക്ക് എത്താൻ കഴിയും. ഈ അപകടമല്ല എൻ്റെ ജീവിതത്തിന്റെ അവസാനം. എനിക്ക് മുന്നോട്ട് പോകാൻ വഴികളേറെ ഉണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള മാനസികമായ സ്വാസ്ഥ്യം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ കഴിവുകളെ ആ സമയത്ത് ചെറുതായി കാണണ്ട. എല്ലാവരും യുണീക്കാണ്, വ്യത്യസ്തരാണ്. അവർക്കെല്ലാം വ്യത്യസ്ത വഴികളും. എന്നും നടന്നതല്ല വഴി, നാം നടക്കുന്നതാണ് വഴി. നാം കണ്ടുപിടിക്കേണ്ടത് അതാണ്. നമ്മളുടെ ഈ മാനസിക സമ്മർദ്ദത്തെ മറികടക്കാൻ പുതിയ വഴികൾ നമ്മൾ കണ്ടുപിടിക്കൂ. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാണ്. എനിക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്. ഈ മാനസിക സമ്മർദ്ദങ്ങളെ ഒഴിവാക്കാൻ പുതുവഴികൾ നാം കണ്ടുപിടിക്കുക. പ്രകൃതിയിലേക്ക് ഇറങ്ങിച്ചെന്ന് മുന്നോട്ട് പോവുക. നാം തയ്യാറെടുക്കുമ്പോൾ തെറ്റിപ്പോകുമോ എന്ന ചിന്ത സമ്മർദ്ദത്തിന് വഴിവെക്കും. ഇല്ല, ഞാൻ എടുക്കുന്ന തീരുമാനം ശരിയാണെന്ന് ഞാൻ ഉറപ്പിക്കുക, മുന്നോട്ട് പോവുക. നെഗറ്റീവായി ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ മാനസിക സമ്മർദ്ദം കൂടും. നാം പോസിറ്റീവായി ചിന്തിക്കൂ, നന്മ സംഭവിക്കുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. അവിടെയാണ് നമ്മൾ ആ ഹോളിസ്റ്റിക് തോട്ടോട് നമ്മുടെ ഉള്ളിൽ കരുതുക. എനിക്കെല്ലാം ചെയ്യാൻ കഴിയും, മറ്റൊരു സഹായമുണ്ടെങ്കിൽ, ദൈവികമായൊരു സഹായം എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതിനുകൂടി നമ്മൾ പ്രവർത്തിച്ചോളൂ. അപ്പൊ നമ്മുടെ മനസ്സിനെ സ്ട്രെസ് കളയാൻ പോസിറ്റീവായി ചിന്തിക്കുക, പോസിറ്റീവായി ചിന്തിക്കുക. ഒരു ഉദാഹരണം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, പ്രസംഗ മത്സരത്തിനോ പൊതുപ്രസംഗത്തിനോ പോകുന്ന ഒരു വ്യക്തിക്ക് ഒരു സ്ട്രെസ് എന്തായാലും ഉണ്ട്. ആ സ്ട്രെസ്സിനെ മറികടക്കാൻ അയാളോട് തന്നെ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടിയാണെങ്കിൽ കുട്ടി പറയുന്നു, കഴിഞ്ഞ പ്രാവശ്യം സമ്മാനം എനിക്കാണ്, ഒത്തിരി ആളുകൾ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നെങ്കിലും ഞാനത് മറികടന്നു. ആ മറികടക്കൽ ഇപ്പൊ വീണ്ടും കുട്ടി ആലോചിക്കുക, മറ്റുള്ളവർ എന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ഇത്തവണയും അത് തന്നെ നടക്കും. അതാണ് പോസിറ്റീവ് തിങ്കിങ്. അതിനു പകരം ഇപ്രാവശ്യം ഞാൻ തോറ്റുപോകും, വേറെ പല കുട്ടികളുമുണ്ട്, ആരൊക്കെയോ ഉണ്ടാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മളെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായ പോസിറ്റീവ് അവയർനെസ് ഉണ്ടെങ്കിൽ
ആ പോസിറ്റീവ് അവയർനെസ് നമ്മുടെ ഹൃദയത്തിൽ നിറയ്ക്കട്ടെ. നെഗറ്റീവിനെ കയറിയിരിക്കാനുള്ള സംഭവം അവിടെ ഉണ്ടാവുകയില്ല. നമ്മൾ മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെ പുതിയ വീക്ഷണകോണിലൂടെ നമ്മൾ കാണാൻ ശ്രമിക്കുക. പുതിയ വീക്ഷണകോണുകളിലൂടെ നമുക്ക് കാണാൻ കഴിയുക. ഒറ്റ ഉദാഹരണം, ട്രെയിൻ യാത്ര ചെയ്തവരെ പൊതുസ്ഥലങ്ങളിലൂടെ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ വഴിയരികളിൽ വലിയ മരങ്ങൾ നിൽക്കുന്നുണ്ടാവും. ദൂരത്ത് വണ്ടി വരുന്ന സമയത്ത് നമ്മുടെ കണ്ണിൽ ഒരു മരമാണ് കാണുന്നത്. അടുത്തടുത്ത് വരുംതോറും മരത്തിന്റെ ഷെയ്ഡ് നമ്മളിലേക്ക് എത്തുകയാണ്. വണ്ടി മുട്ടും എന്നുള്ള ഒരു അതുപോലെ നമ്മളിലേക്ക് കയറി വരും. പക്ഷെ വണ്ടി കടന്നു പോയി കഴിഞ്ഞാൽ മരത്തിന്റെ സൈഡിലൂടെ ഒന്നും സംഭവിക്കാതെ വണ്ടി കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാക്കിയെടുത്ത സ്ട്രെസ് പോകും. നമ്മൾ ആലോചിക്കുന്നത് വണ്ടിക്ക് ഒരൊറ്റ 2 പാളങ്ങളിൽ അപ്പുറത്തേക്ക് വണ്ടിക്ക് പോകാനൊക്കില്ല. ആ പാളത്തിലല്ല മരങ്ങൾ നിൽക്കുന്നത്. ആ പാളത്തിലല്ലാത്തത് കൊണ്ട് എനിക്കൊന്നും സംഭവിക്കുകയില്ല. നിഴൽ കണ്ട് നമ്മൾ ഭയപ്പെടണ്ട. പ്രഭാതത്തിൽ നാം എണീറ്റ് സൂര്യനെ നോക്കുമ്പോൾ നമ്മുടെ പുറകിൽ നീണ്ട ഒരു നിഴൽ കാണും. അത് കണ്ട് പേടിച്ചോടേണ്ട കാര്യമില്ല. സമ്മർദ്ദം ഉണ്ടാക്കാൻ ഒരു വഴി അതാണെന്ന് മാത്രമേ ഉള്ളൂ. യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയുക. ആ 12 മണിയാകുമ്പോൾ ആ നിഴൽ നിങ്ങളിലേക്ക് തന്നെ ചേർന്ന് പുതുതായി ഒന്നും അവിടെ ഉണ്ടാവും. വെയിറ്റ് ആൻഡ് സീ, കാത്തിരിക്കൂ. ആ കാത്തിരിപ്പ് പോസിറ്റീവ് ചിന്തകളെ കൊണ്ടുവരും. നമുക്ക് അതിനൊരു തിരിച്ചറിവ് നമുക്കുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, സെൽഫ് അവയർനെസ്സിലൂടെ നിങ്ങൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ വരാവുന്നത് വരട്ടെ എന്ന് ഉറപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, വ്യായാമം. ഇത് പലരും ഒരു ദിവസം ചെയ്യും, 2 ദിവസം ചെയ്യും, 1 മാസം ചെയ്യും, പിന്നെ മടി പിടിക്കും. കൃത്യമായ വ്യായാമം നമുക്ക് ചെയ്യുമ്പോൾ നമ്മുടെ മാനസിക ശാരീരിക അവസ്ഥകൾ, നിലകൾ ഉയർത്തപ്പെടും. ഈ വ്യായാമം ചെയ്യുന്നത് വഴി നമ്മുടെ നാഡീവ്യൂഹത്തിലെ സന്തുലിതമാക്കും. നാഡീവ്യൂഹത്തിന്റെ ചക്രമണത്തെ നമ്മൾ സന്തുലിതമാക്കും. നാഡീ ചലനങ്ങളെ, അതിലൂടെ മുന്നോട്ട് പോകുന്ന ചലനങ്ങളെ സന്തുലിതാവസ്ഥയിലേക്ക് കൊണ്ടുവരികയും അവിടെ സ്ട്രെസ് ഹോർമോൺസ് ആയ അഡ്രിനാലിനും കോർട്ടിസോളും പതുക്കെ പുറന്തള്ളപ്പെടുകയാണ് ചെയ്യുന്നത്. പോസിറ്റീവായ ഹാപ്പിനെസ് നൽകുന്ന ആ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പതുക്കെ പുറത്തേക്ക് പോകും. നമ്മുടെ ഇതിൽ നിൽക്കുകയില്ല. പതിവായി വ്യായാമം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എന്താണ്? തലച്ചോറിലേക്കുള്ള രക്തസംക്രമണം വർദ്ധിക്കുന്നു. ഇത് നിഷേധ ചിന്തകളെ പുറന്തള്ളാനും ആത്മവിശ്വാസം കൂട്ടാനും സഹായിക്കും. കാറ്റ് കുറഞ്ഞൊരു മുറിയിലേക്ക് നമ്മളെ തള്ളിയിട്ട് കതകടച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥയിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാകും. ഇവിടെ കൃത്യമായി വ്യായാമം ചെയ്യുമ്പോൾ തലച്ചോറിലേക്കുള്ള രക്തചംക്രമണത്തിന് ശക്തി കൂടുന്നു. അവിടെ നിഷേധ ചിന്തകൾക്ക് സ്ഥാനമില്ലാതാവുന്നു. പോസിറ്റീവ് അവസ്ഥകൾ മാത്രമാണ് നമ്മുടെ മുമ്പിൽ കയറി വരുന്നത്. എക്സസൈസ് ചെയ്യുമ്പോൾ സന്തോഷ ഹോർമോണായ എൻഡോർഫിനാണ് നമ്മുടെ മുന്നിലേക്ക് കയറി വരുന്നത്. നിങ്ങൾ നോക്കിയിട്ടില്ലേ, കഷ്ടപ്പെട്ട് കളിക്കുന്നു കുട്ടികൾ, അലഞ്ഞ് തിരിഞ്ഞ് കളിക്കുന്നു, ഓടി തിമർക്കുകയാണ്. എന്നിട്ട് വന്ന് ഗ്രൗണ്ടിലൊന്ന് മലർന്ന് കിടന്ന് ദീർഘമായി ശ്വാസം എടുക്കുമ്പോഴും അവര് എൻഡോർഫിൻ എന്ന സന്തോഷ ഹോർമോൺ പ്രവർത്തിക്കുന്നുണ്ട്. ദീർഘമായി ശ്വാസം എടുക്കുമ്പോൾ അവർക്ക് ഓക്സിജന്റെ അളവ് കൂടുകയും ചെയ്യുന്നുണ്ട്. സന്തോഷം കൊണ്ടാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിന്റെ ചലനം സന്തോഷത്തിലേക്ക് നമ്മൾ എത്തിക്കുന്നു, നെഗറ്റീവിനെ പുറത്തേക്ക് വിടുന്നു. മൂന്നാമത്തെ വിദ്യ എന്ന് പറയുന്നത് ഉള്ളു തുറന്ന് ആത്മാവിൽ തട്ടി നിങ്ങൾ ചിരിക്കുക, ഉറക്കെ ചിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സഹോദരനെ കാണുമ്പോൾ ഉള്ളിൽ തട്ടി ചിരിക്കൂ, സന്തോഷം പങ്കുവയ്ക്കും. ഉള്ളിൽ തട്ടി ചിരിക്കുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാവുന്നത്? ഹൃദയത്തിൽ നിന്ന് പൊന്തി വരുന്ന ആ ചിരി സ്ട്രെസ്സിനെ കുറയ്ക്കാൻ കാര്യമായി സഹായിക്കുന്നുണ്ട്. ചിരി ക്ലബുകളെ ചിരിയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അവിടെ 1, 2, 3 ചിരിക്കുന്നു. ആ ചിരിയിൽ ഉള്ളിൽ തട്ടിയായ ഒരു ചിരിയായി എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ഉള്ളിൽ തട്ടി ചിരി മാത്രമേ നിങ്ങളുടെ സ്ട്രെസ്സിനെ കുറയ്ക്കുകയുള്ളൂ. ആത്മാർത്ഥമായ ചിരി,
അതാണ് നമ്മളൊരു സുഹൃത്തിനെ കാണുമ്പോൾ നമ്മളുടെ മുഖം പ്രസാദമാകുമ്പോൾ അതിനു മുമ്പ് നമ്മളൊരു ചിരി അയാൾക്ക് പാസ് ചെയ്തു, ഒന്നും പറയുന്നില്ല, ഹലോ പറയുന്നില്ല, ഗുഡ് മോർണിംഗ് പറയുന്നില്ല, ഒരു പുഞ്ചിരിയിൽ അദ്ദേഹത്തെ നമ്മുടെ കൂടെ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അദ്ദേഹത്തിന് നമ്മൾ കൂടെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ് പതുക്കെ പതുക്കെ ഒതുങ്ങി. ചിരിക്കാൻ മടിക്കരുത്, നമ്മുടെ സ്ട്രെസ് നമ്മളിൽ തന്നെ ഒതുങ്ങി. നോക്കൂ, നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നല്ല തമാശ കേട്ടിട്ട് ഒരു അനക്കവുമില്ലാത്ത മനുഷ്യർ, ഒരു മുഖത്തിൽ ഒന്നും സംഭവിക്കാത്ത മനുഷ്യരുണ്ട്. നല്ല തമാശയാണ്. തമാശകൾ കേൾക്കുക, ആസ്വദിക്കുക, ചിരിക്കുക. നമ്മൾ പറയില്ല, തമാശ പടങ്ങൾ കണ്ടു ഓ ഇന്ന് ആശ്വാസമായി. ഈ സ്ട്രെസ്സിൽ നിന്ന് നമ്മൾ റിമൂവ് ചെയ്യപ്പെടുന്നതാണ് ആ ഒരു ആശ്വാസമായി എന്ന് പറയാൻ കാരണം. നമുക്ക് ആശ്വാസമാണ്. നമ്മൾ എത്ര വിഷമിച്ചിരിക്കുകയാണെങ്കിലും ഒരു ചിരിപ്പടം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഇഫക്റ്റ് നമ്മളിലേക്ക് കയറിക്കൂടും. ഇനി നമുക്ക് നല്ല സംഗീതം കേൾക്കാം. ശാന്തമായ അന്തരീക്ഷത്തിലിരുന്ന് ശാന്തമായി നല്ലവണ്ണം ഒഴുകുന്ന സന്തോഷകരമായ സംഗീതം കേൾക്കാം. അതും മാത്രമല്ലെങ്കിൽ പലതരം കായികപരമായോ വിനോദങ്ങളിൽ നമുക്ക് ഏർപ്പെടാനായിട്ട് കഴിയും. ഈ വിനോദങ്ങൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുകയും പോസിറ്റീവ് ചിന്തകൾ കയറ്റിക്കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ വീട്ടിലെ അടുക്കളത്തോട്ടം, അതുപോലെ ചെറിയ ചെറിയ ജോലികൾ, പൂന്തോട്ടങ്ങളൊക്കെ സൃഷ്ടിക്കുക നാം ചെയ്യുകയാണ്. നാം ഒരു ചെടി വെച്ച് അത് ഒരു കൂമ്പ് വരുന്നു, ഒരു പൂ വരുന്നു, നമ്മൾ ചെന്ന് നോക്കും. നമ്മുടെ സ്ട്രെസ് ഒഴിവാക്കാൻ ആ വിനോദങ്ങൾ കൊണ്ട് നമുക്ക് സഹായിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ നിങ്ങളോട് ഒന്നും ചോദിക്കുന്നില്ല, പറയുന്നില്ല. ഇത് പൂർണ്ണമാക്കണമെന്നുള്ള ചിന്ത കൊണ്ടാണ് ഇന്ററാക്ഷനിലേക്ക് പോവാത്തത്. കാരണം നമ്മളെല്ലാം ആ ഒരു ലെവലിൽ എത്തിയ ആളുകളാണ്. എങ്കിലും വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കപ്പെടുന്ന കുറച്ച് കാര്യം. ഡീപ്പ് ബ്രീത്ത്, എല്ലാവരും പറയുന്നത് തന്നെയാണ് ഡീപ്പ് ബ്രീത്ത്. അതിന് നമ്മളൊന്ന് സിസ്റ്റമാക്കുക, ഒന്ന് സിസ്റ്റമാറ്റൈസ് ചെയ്യുക. ഡീപ്പ് ബ്രീത്ത് ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യമോ എടുത്ത് നിർത്തുകയല്ല വേണ്ടത്, മിനിമം 10 ടൈംസ്. അതിനൊരു രൂപമുള്ളത്, ദീർഘമായി നാം ശ്വാസം എടുക്കും, നമ്മുടെ കൈവിരലിലോ മനസ്സിലോ എണ്ണുക. 1 2 3 4 5 എണ്ണിക്കഴിഞ്ഞാൽ അത് അവിടെ നിർത്തിയിട്ട് അവനെ ഹോൾഡ് ചെയ്യാം. വീണ്ടും മനസ്സിൽ എണ്ണ 1 2 3 4 5. അതിനെ പുറത്തേക്ക് വിടുക. പുറത്തേക്ക് വിടുമ്പോൾ സാവധാനം വിടുക. 5 തന്നെ എണ്ണിയാൽ മതി, പക്ഷെ പതുക്കെ വിട്ടു. അത് അവസാനിക്കുമ്പോഴും അവിടെയും ഹോൾഡ് ചെയ്യണം. എടുക്കുമ്പോൾ മാത്രമല്ല ഹോൾഡ് ചെയ്യേണ്ടത്, അത് വിട്ട് അവസാനിപ്പിക്കുമ്പോഴും ഈ 5 എന്ന നമ്പർ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ചെയ്യുക. വേറെ ആർക്കും നമുക്ക് പറഞ്ഞു തരാനില്ല. അതുകൊണ്ട് സ്വയം പറഞ്ഞുകൊണ്ട് അത് കൃത്യമാക്കുക. 10 തവണ. അവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇങ്ങനെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ നമ്മുടെ മൂക്കിന്റെ ഭാഗത്ത് കൈവച്ചാൽ തണുത്ത ഒരു കാറ്റായിരിക്കും ഉള്ളിലേക്ക് പോകുന്നത്. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങൾ കൈവച്ചാൽ ചൂടുള്ള കാറ്റായിരിക്കും പുറത്തേക്ക് വരുന്നത്. ഉള്ളിലേക്ക് പോകുന്നത് ഓക്സിജൻ അടങ്ങിയ വായുവാണെങ്കിൽ പുറത്തേക്ക് പോകുന്ന കാർബൺ ഡയോക്സൈഡ് മാത്രം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ആ നെഗറ്റീവ്സിനെ എല്ലാം ഉച്ഛ്വാസത്തിലൂടെ പുറത്തേക്ക് വിടുകയും നമുക്ക് വേണ്ട പോസിറ്റീവ്സിനെ ശ്വാസത്തിലൂടെ അകത്തേക്ക് എടുക്കുകയും ചെയ്യുക. നമ്മുടെ ഇളങ്കോ സാർ പറഞ്ഞിരിക്കുന്നത് മൈൻഡ്ഫുൾ ആയിട്ട് ഈ കാര്യം ചെയ്യണം. നമ്മൾ അറിയണം, ശ്വാസം എടുക്കുന്നത് അറിയണം, നിർത്തുന്നത് അറിയണം, പുറത്തേക്ക് വിടുന്നത് അറിയണം. നമ്മുടെ നെഗറ്റീവ് ചിന്തകളെ ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, മൈൻഡ്ഫുൾ ആയിട്ട് ഇത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ചിന്തകൾ, മാനസികമായ സംഘർഷങ്ങൾ ഒന്നും നമ്മുടെ പുറകെ വരികയില്ല എന്ന് ഉറപ്പാണ്. കാരണം നമ്മുടെ ശ്രദ്ധ മുഴുവൻ അവിടെയാണ്. ഓരോ ദിവസവും കഴിയുമ്പോൾ നമുക്ക് കൂടുതൽ സുഖം അനുഭവപ്പെടും. ഈ സുഖം തന്നത് നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ പുറത്തേക്ക് വിട്ടു, പുറത്തേക്ക് പോയി എന്നുള്ളതിൻ്റെ തെളിവാണ് ഡീപ്പ് ബ്രീത്തിങ് കൊണ്ട് നിൽക്കുന്നത്. മനസ്സിന് സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് ഈ ഡീപ്പ് ബ്രീത്തിങ് അത്യാവശ്യമാണ്. ഒറ്റ ഉദാഹരണം, നിങ്ങൾ വല്ലവരോടും ദേഷ്യപ്പെട്ടു, ചറപറാന്ന് ദേഷ്യപ്പെട്ടു, ചീത്ത വിളിച്ചു,
മനസ്സാകെ കലങ്ങിക്കിടക്കുകയാണ്. ആ നിമിഷം ഈ ഡീപ്പ് ബ്രീത്തിങ് 2-3 തവണ ചെയ്തു, നിങ്ങൾ ശാന്തമാവും. നിങ്ങൾ ശക്തമായ ശാന്തതയിലേക്ക് കയറി വരും. ശാന്തത അപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാനും കഴിയും. വെയിലത്ത് നടന്ന ഒരാൾക്ക് ഒരു മരത്തൊട്ടിലെ തണൽ അനുഭവിക്കുമ്പോൾ ആ തണലിന്റെ അനുഭവം കിട്ടണമെങ്കിൽ വെയിലത്ത് നടന്നേ സംഭവിക്കും. അല്ലാതെ എന്നും തണലത്തിരിക്കുന്ന ആൾക്ക് തണലിന്റെ ആ സുഖം കിട്ടുകയില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അടുത്തൊരു ടെക്നിക് വേണ്ടി ഞാൻ പറയുന്നത്, മറ്റുള്ളവരുമായി നല്ല ബന്ധം സ്ഥാപിക്കുക. മറ്റുള്ളവരിൽ ആദ്യത്തെ ആള് സ്വന്തം കുടുംബത്തിലുള്ള എല്ലാവരും ആവട്ടെ, ഭാര്യ ഭർത്താവിനോട്ടാവട്ടെ, ഭർത്താവ് ഭാര്യയോടാവട്ടെ, നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല റിലേഷൻഷിപ്പ്. ആ നല്ല റിലേഷൻഷിപ്പ് കിട്ടാനുള്ള ഏക മാർഗം സംസാരിക്കുക എന്നുള്ളതാണ്. ഇന്ന് നടന്ന കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കട്ടെ, അവരനുഭവിച്ച കാര്യങ്ങൾ പരസ്പരം പങ്കുവെക്കട്ടെ. മനുഷ്യൻ എപ്പോഴും സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യമായ എന്തൊക്കെ സംഭവിക്കുന്നു അത് പങ്കുവെക്കുമ്പോഴാണ് അതിൻ്റെ നന്മകളും തിന്മകളും നമുക്ക് അറിയാൻ കഴിയുക. അത്തരം പങ്കുവെക്കലുകളിലൂടെ, അത്തരം കമ്മ്യൂണിക്കേഷനിലൂടെ പോകുമ്പോൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സ് നാം അറിയാതെ തന്നെ പുറത്തു പോകും. മറ്റൊരാളെ ചീത്ത വിളിക്കാൻ മനസ്സിൽ കരുതിക്കൊണ്ട് വന്നത് വേറൊരാൾ ഈ അയാളെ ചീത്ത വിളിച്ചതിൻ്റെ റിസൾട്ട് നമ്മൾ ഓർക്കുമ്പോൾ വേണ്ട, ഞാനായിട്ട് അത് ചെയ്യാൻ നിൽക്കണ്ട എന്ന സ്വാതന്ത്ര്യം നമുക്കാണ് കിട്ടുന്നത്. ആ പീസ് ഓഫ് മൈൻഡ് നമ്മളാണ് അനുഭവിക്കുന്നത്. നെഗറ്റീവിനെ അകത്തേക്ക് കയറ്റാതെ തന്നെ വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. മനസ്സിന്റെ വാതിലുകൾ, ചിന്തയുടെ വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ട്. ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഓരോ ദിവസവും നിങ്ങളുടെ തലയിലേക്ക് കയറി വരുന്നത് ആയിരക്കണക്കിന് ചിന്തകളാണ്. അത് മിശ്രിതമായ ചിന്തയാണ്. വേണ്ട ചിന്ത മാത്രം നമ്മൾ എടുക്കുക. അടുക്കളയിൽ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുന്ന പോലെ ആവശ്യമുള്ള സാധനം മാത്രം എടുക്കുക, ബാക്കിയൊന്നും എടുക്കണ്ട. നമ്മുടെ സ്റ്റോറിൽ ഇഷ്ടം പോലെ സാധനം, കടുകെണ്ണയും വെളിച്ചെണ്ണയും നെയ്യും ഒക്കെ ഉണ്ട്. കടുക് വറുക്കുമ്പോൾ നമ്മൾ നല്ല വെളിച്ചെണ്ണ എടുത്ത് അതിനകത്ത് ഒഴിക്കും. നോർത്തിൽ പോയാൽ അവൻ നേരെ കടുകെണ്ണ എടുത്ത് അതിനകത്ത് ഒഴിക്കും. പീസ്ഫുൾ ആയിട്ടുള്ള കാര്യം, അവനവന് യോജിച്ച കാര്യം അവരവർ ചെയ്യും. നമ്മുടെ ബന്ധുക്കളോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, ദൂരത്തുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ടെലിഫോൺ സൗകര്യമുണ്ട്. സാബു സാറിനെ ഒരാൾക്ക് വിളിച്ചൊരു കാര്യം ചോദിക്കണമെങ്കിൽ സാബു സാറിന്റെ അടുത്ത് പോവണ്ട, ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചോദിക്കാം. അദ്ദേഹം നമുക്ക് നൽകുന്ന ചില സംഭവങ്ങൾ, ചില വർത്തമാനങ്ങൾ നമ്മളെ സഹായിക്കും. ഈശ്വര, അങ്ങനെ വിളിക്കാൻ തോന്നി, നന്നായി. എത്രയോ അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാവും, എനിക്കുണ്ട്. പ്രിയപ്പെട്ടവരുമായിട്ടുള്ള നല്ല ബന്ധം, നല്ല സുഹൃത്തുക്കളുമായിട്ടുള്ള നല്ല ബന്ധം, ഇതെല്ലാം തന്നെ നമ്മളുടെ ടെൻഷനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. നാം സമ്മർദ്ദത്തിൽ കിടന്ന് സമ്മർദ്ദത്തിലേക്ക് പോകണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, നമ്മുടെ ചെറിയ കുട്ടികൾ ആളടുത്തില്ലെങ്കിൽ അത് വിസർജ്യത്തില് കിടന്നു, ആളില്ല, കുട്ടിക്ക് അറിഞ്ഞൂടെ, കുട്ടി അവിടെ കിടന്ന് വീണ്ടും തിരിയും. തല തിരിയുമ്പോൾ ചിലപ്പോൾ തലയിലായിരിക്കും ഈ വേസ്റ്റ് വന്നു വീഴുന്നത്. അവിടെ ഒരു അമ്മ വന്ന് ആ കുട്ടിയെ വൃത്തിയാക്കി എടുത്തു കഴിയുമ്പോൾ ആ കുട്ടിക്ക് ചുറ്റുമുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ്സിനെയും മാറ്റിക്കളയും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് ഇങ്ങനെയുള്ള നെഗറ്റീവ്സിൽ കിടന്ന് ഉരുളുമ്പോൾ നാം അറിയുക, ഇത് എനിക്ക് പറ്റിയ സാധനമല്ല. നാം അതിനെ പുറത്തേക്ക് വിടാനായിട്ട് ശ്രമിക്കുക. നമുക്ക് സമാധാനം കിട്ടും. നമ്മുടെ മനസ്സമാധാനമാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സമാധാനം ഈ ലോകത്തിലെ ഏറ്റവും വലിയ നിധിയാണ് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. സാർ, ഇവിടെ ഒരു കൊച്ചു കഥ പറഞ്ഞാൽ, ഏറ്റവും ചെറിയ കഥ. ഒരു മഹാരാജാവ് 3 പേരെ വിളിച്ചിട്ട് പറഞ്ഞു, 3 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഓടിയെത്തുന്ന സ്ഥലം മുഴുവൻ നിങ്ങൾക്ക് ഞാൻ തരികയാണ്, നിങ്ങളുടെ സ്വന്തമാവുകയാണ്. പക്ഷെ 3-ാമത്തെ മണിക്കൂറിൽ നിങ്ങൾ ഇവിടെ തിരിച്ചു വരണം, എൻ്റെ മുൻപിൽ തിരിച്ചു വരണം. ആ വന്ന ആൾക്ക് മാത്രമേ അളന്നു കൊടുക്കുകയുള്ളൂ. 3 പേര് ഓടി, 2 പേര് കുറെ കഴിഞ്ഞപ്പോഴൊക്കെ വന്നു. ആദ്യത്തെ ആള് 3-ാമത്തെ മണിക്കൂറിൽ വളരെ ആരോഗ്യത്തോടെ തിരിച്ചു വന്നു. രാജാവ് ചോദിച്ചു, എവിടെയൊക്കെയാണ്? സ്ഥലം കാണിച്ചു കൊടുത്തു. ഓക്കെ. 2-ാമത്തെ ആള് അടുത്ത ഇത് പറഞ്ഞു, വന്നു, കൊടുത്തു.
മൂന്നാമത്തെ ആളെ കാണുന്നില്ല. രാജാവ് പറഞ്ഞു, അയാളെ ഒന്ന് അന്വേഷിക്കൂ. അയാള് കൃത്യമായി മനസ്സിൽ ഓടുമ്പോൾ ആവേശത്തോടു കൂടിയാണ് ഓടുന്നത്. ഓ, തിരിച്ചു പോകാൻ ഇത്ര സമയമുണ്ടല്ലോ, തിരിച്ചു പോകാൻ ഇത്ര സമയമുണ്ടല്ലോ, എനിക്കതിന് സാധിക്കും. ഓരോ പുതിയ കാര്യങ്ങൾ കാണുമ്പോഴും അയാളുടെ ഓട്ടം അങ്ങോട്ടായിരുന്നു. പക്ഷെ വിശ്രമിക്കാതെയുള്ള ഓട്ടം, എന്തിനാണ് ഓടുന്നത് എന്ന് ചിന്തിക്കാതെയുള്ള ഓട്ടം അയാളെ തളർത്തി ഒരു സ്ഥലത്ത് ചെന്ന് അയാൾ അവിടെ കിടന്നു. ശ്വാസം കിട്ടാതെ, അത്രയും വേഗത്തിലാണ് അയാൾ ഓടുന്നത്. ശ്വാസം കിട്ടാതെ അയാളോട് മരിച്ചു വീഴുക. രാജാവ് പറഞ്ഞു, അയാൾക്ക് അർഹത 6 അടി മണ്ണ് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് 4 ഏക്കർ കിട്ടി, മറ്റേയാൾക്ക് 6 ഏക്കർ കിട്ടി. പക്ഷെ അയാൾക്ക് കിട്ടിയത് 6 അടി മണ്ണ് മാത്രമാണ്. ഞാൻ പറയുന്നത്, നമുക്ക് 6 അടി മണ്ണ് മാത്രം മതി എങ്കിൽ ഏത് മാനസികമായ വിഭ്രാന്തിയിലൂടെ വേണമെങ്കിൽ കടന്നു പോകാം. പക്ഷേ നമുക്ക് വേണ്ടത് എത്രയെന്ന് നാം ചിന്തിക്കുക. നമുക്ക് വേണ്ടാത്തതിലേക്ക് പോകുമ്പോഴാണ് 6 അടിയിൽ അവസാനിക്കുന്നത്. ജീവിതം ആസ്വദിക്കാൻ കഴിയാതെ പോകും. അപ്പൊ നെഗറ്റീവ് ചിന്തകളെ നമുക്ക് അകറ്റി നിർത്താം. നമുക്ക് എത്രത്തോളം വേണമെന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അത്യാഗ്രഹത്തിലുള്ള യാത്ര നമ്മുടെ നെഗറ്റീവ് എനർജി കൂട്ടുക മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. മറ്റുള്ളവരുമായുള്ള നല്ല ബന്ധം നമുക്ക് നിലനിർത്താൻ കഴിയുമ്പോൾ എനിക്ക് ആരുമില്ല എന്ന ചിന്ത അവസാനിക്കും. ആത്മഹത്യാപഥത്തിലേക്ക് പോകുന്നവരുടെ സ്ഥിതി എന്താ? അവരുടെ ചിന്ത എന്താ? ഓ, എനിക്കാരുമില്ല, എന്നെ ആരും സ്നേഹിക്കുന്നില്ല, എനിക്ക് സുഹൃത്തുക്കളില്ല. ഇല്ലായ്മയുടെ ഒരു ലിസ്റ്റാണ്. സഹോദര, ഇല്ലായ്മ മാറ്റണമെങ്കിൽ ഞാൻ മുന്നോട്ട് പോകണം. എനിക്ക് നിങ്ങളുമായിട്ട് സൗഹൃദം വേണം. ഞാൻ ഇന്ന ആളാണ്, ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നു, ഞാൻ അടുത്ത ആളിലേക്ക് എത്തുന്നു. സാമൂഹ്യമായ നല്ല ബന്ധങ്ങൾ, നല്ല മാനസികാരോഗ്യം നിലനിർത്താനായിട്ട് നമ്മളെ സഹായിക്കും. നമ്മുടെ ജീവിതശൈലി ഇഷ്ടപ്പെടുന്ന, നമ്മുടെ മനസ്സിരിപ്പുകളെ ഇഷ്ടപ്പെടുന്ന ആളുകളെ നിങ്ങൾ കണ്ടെത്തും. ആ ആളുകളെ കണ്ടെത്തി അവരുമായി സംസാരിക്കൂ, അവരുമായി നമ്മുടെ വിചാരവികാരങ്ങൾ പങ്കുവയ്ക്കൂ. അവർ നമുക്ക് തരുന്നതും അവിടെ പോസിറ്റീവായി. നമ്മളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് ചില നെഗറ്റീവ് ടീം അവർ ഓടിയെത്തുന്ന നെഗറ്റീവ് ആളുകളിലേക്ക് തന്നെയാണ്. അവർ വലിയ തോട്ടങ്ങൾ നെഗറ്റീവ്സിന്റെ ഉണ്ടാക്കിയെടുക്കും. എന്നാൽ പോസിറ്റീവ് ആളുകൾ കണ്ടുപിടിക്കുന്നത് പോസിറ്റീവായ ആളുകളിലാണ്. അവരുടെ സുഹൃത്ത് ബന്ധങ്ങൾ അറ്റുപോവുകയില്ല. നെഗറ്റീവായ സുഹൃത്തുക്കളുമായി കൂടിച്ചേർന്ന് ഏത് നിമിഷവും വഴക്ക് അവർ വിട്ടുപോകുന്ന ഒരവസ്ഥയുണ്ട്. അപ്പൊ നമുക്ക് വിട്ടുപോകുന്ന സാമൂഹ്യ അവസ്ഥയിൽ നിന്ന് നമ്മളോട് ചേർന്ന് നിൽക്കുന്ന, നാം ചേർന്ന് നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രെസ് നമ്മളിൽ നിന്ന് അകന്നു പോകും. ഉറപ്പായ കാര്യമാണ്. നമ്മൾ ഏകനായി ഇരിക്കുമ്പോൾ നമ്മുടെ അടുത്തേക്ക് ആരും വരുന്നില്ല. നാം മറ്റുള്ളവരെ കണ്ടുപിടിക്കും. നമ്മുടെ നെഗറ്റീവ്സിനെ പുറത്ത് കളഞ്ഞിട്ട് പോസിറ്റീവുമായി മറ്റുള്ളവരിലേക്ക് ചെല്ലും. നല്ല ബന്ധങ്ങൾ ഉറപ്പിക്കൂ. നമുക്ക് സ്ട്രെയിനും സ്ട്രെസ്സും ഇല്ലാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നല്ല ബന്ധങ്ങൾ ഉറപ്പിക്കൂ. ഇപ്പോ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൂരങ്ങളിൽ ഇരുന്ന് നാം എത്ര പേരുമായി സംവദിക്കുന്നു, എത്ര നല്ല ബന്ധങ്ങൾ നമുക്ക് കിട്ടുന്നു. അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നന്നായി ഉറങ്ങുക. അടിവരയിട്ട് പറയുന്നു, നന്നായി ഉറങ്ങുക. സഹോദര, ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ നാഡീവ്യവസ്ഥയെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതിന് വിശ്രമം ആവശ്യമാണ്. അധ്വാനിക്കുന്ന വ്യക്തിക്ക് വിശ്രമം ആവശ്യമാണ്. 24 മണിക്കൂറും നമ്മുടെ നാഡീവ്യവസ്ഥയും ഹൃദയവും നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവർക്ക് വിശ്രമം കൊടുക്കുന്നത് ഈ ഉറക്കത്തിലാണ്. 24 മണിക്കൂറിലെ 8 മണിക്കൂർ മാത്രമേ അവർ ചോദിക്കുന്നുള്ളൂ. അവരെ നമ്മുടെ ഹൃദയവും നാഡി എല്ലാം ആവശ്യപ്പെടുന്നത് വിശ്രമമാണ്. ആ വിശ്രമം നാം കൊടുക്കുന്നത് ഉറക്കത്തിലൂടെയാണ്. ഉറക്കത്തിലൂടെ നമ്മുടെ തലച്ചോറിന് റീചാർജിങ് കൊടുക്കുന്നു. ബാറ്ററി ഉപയോഗിക്കുന്ന അത് നമ്മുടെ മൊബൈല് നമ്മൾ ചാർജ് ചെയ്യുന്നു, രാത്രിയിലാണ് ചാർജ് ചെയ്യുന്നു, റീചാർജ് ചെയ്യുന്നു. ചാർജ് കഴിഞ്ഞത് നമ്മൾ റീചാർജ് ചെയ്യുന്നു.
അപ്പൊ നമ്മുടെ പേശികളുടെ റിപ്പയർ നടക്കുന്നത് അപ്പോഴാണ്. ആ പേശികളെ റീചാർജ് ചെയ്യുന്നത് ഉറക്കത്തിലൂടെയാണ്. അപ്പോ ഉറക്കം നമുക്ക് 6 തൊട്ട് 7 മണിക്കൂർ വരെ ആവശ്യമാണ്. നമ്മുടെ ലൈനിൽ ഓടുന്ന ബസ്സുകൾ അവര് രാത്രി അത് റിപ്പയർ, അതിൽ കാറ്റുണ്ടോ, ഓയിലുണ്ടോ, പെട്രോൾ ഉണ്ടോ, നെറ്റുകൾ അയഞ്ഞിട്ടുണ്ടോ, ഇതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് അടുത്ത ദിവസം ഓടാൻ തയ്യാറാക്കുന്നത് ആ ബസ്സിന്. അല്ലെങ്കിൽ വഴിയിൽ വെച്ച് ചിലപ്പോൾ ടയറായിരിക്കും ഊരിപ്പോകുന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലെ ഒരു അവയവമായ ടയറിനായിട്ട് നമ്മൾ കണക്കാക്കുകയാണെങ്കിൽ ഊരിപ്പോകരുതോ. നമ്മുടെ ഹൃദയത്തിന് ക്ഷീണം വന്നാൽ നാം കിടപ്പിലാകുമെന്ന കാര്യം മനസ്സിലാക്കുക. ചിലപ്പം ഹൃദയം നമ്മളെ ഉപേക്ഷിക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവും. അപ്പൊ ഉറക്കം എന്നുള്ള കാതലായ സംഭവമാണ്. ഉറക്കം നഷ്ടപ്പെടുന്നത് പലപ്പോഴും സ്ട്രെസ് കൊണ്ടാണ്. സ്ട്രെസ്സിനെ ഒഴിവാക്കിയാണ് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നത്. 6 മണിക്കൂർ തൊട്ട് 8 മണിക്കൂർ നല്ലവണ്ണം ഉറങ്ങുക. ചിന്തകളെ കരക്കി വയ്ക്കുക. ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത് റൂമിൽ നിന്ന് പുറത്തു വയ്ക്കുക. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ പകുതി ആരെങ്കിലും വിളിക്കാൻ സാധ്യതയാണ്. വിളിക്കും പെട്ടെന്നായിരിക്കും ഒരു മെസ്സേജ്. നാം എഴുന്നേൽക്കുകയാണ്. നമ്മുടെ ആ സ്ട്രെസ് മുഴുവൻ കാണിക്കുന്നത് ആ ടെലിഫോൺ രംഗത്തേക്കാണ്. ഉടനെ നമ്മൾ പോയി എണീറ്റു. ഭാര്യ നന്നായിട്ട് കിടന്ന് ഉറങ്ങുമായിരിക്കും. ഭർത്താവ് ലൈറ്റ് ഇട്ടിട്ട് ഇത് നോക്കി, ഓ ശല്യം, അത് വേറെ എന്തോ ആണ്, വാർത്തയാണ്, നമുക്ക് എന്തിനാണ് ഈ നേരം. അതുകൊണ്ടാണ് പറഞ്ഞത്, നല്ല കൃത്യമായ ഉറക്കം നമുക്ക് കിട്ടണം. നമ്മുടെ ബെഡ്റൂമിൽ നിന്ന് ഈ ഫോണിനെ സ്വിച്ച് ഓഫ് ചെയ്ത് അടുത്ത ഭാഗത്ത് എവിടെയാ വയ്ക്കുക. നിങ്ങൾ എന്നോട് തിരിച്ചു ചോദിക്കും, സാർ അടുത്തൊരാൾക്ക് എന്തെങ്കിലും അപകടം പറ്റി നമ്മൾ എങ്ങനെ അറിയും? സഹോദര, പാതിരായ്ക്ക് അങ്ങനെ ഒരു അപകടം പറ്റി, ഒരു മരണം സംഭവിച്ചു, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ പോയി നോക്കി നിൽക്കാനേ കഴിയുള്ളൂ. നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ഞാൻ വിരുദ്ധനായി എന്ന് ചിന്തിക്കരുത്. ആവശ്യമില്ലാത്തൊരു സ്ട്രെസ്സാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. സുഖമായി കിടന്നുറങ്ങുക. നിങ്ങളുടെ മനസ്സ് സന്തോഷത്തിലേക്ക് പോകട്ടെ. വീണ്ടും മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ അടുത്ത പോയിന്റ് തന്നെയാണ്. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുറ്റുപാടുകളെ വിട്ടുകൊണ്ടുള്ള ഒരു മെഡിറ്റേഷനെ കുറിച്ചല്ല പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുകളെ അറിഞ്ഞുകൊണ്ടുള്ള, നമ്മുടെ ചുറ്റുപാടുകളുടെ ചലനങ്ങളെ അറിഞ്ഞുകൊണ്ടുള്ള നമ്മുടെ ഒരു പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകും. അങ്ങനെ പ്രത്യേക അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളിൽ നിന്ന് നാം പുറത്തേക്ക് കളയുന്നത്, നാം എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സ്ട്രെസ്സിനെയാണ്. അങ്ങനെ ഒരു മെഡിറ്റേഷൻ ഉണ്ടാവുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സ് ഫ്രീ ആവുന്നില്ല. ആ മനസ്സ് എങ്ങോട്ട് പോകുന്നു? മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നു. കൂട്ടത്തിൽ ഹൈ സ്ട്രെസ്സിലേക്കും പോകുന്നു. അപ്പോ നമ്മുടെ മനസ്സിനെ ഒന്ന് അനുനയിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ല വിദ്യയാണ് മെഡിറ്റേഷൻ എന്നുള്ളത്. സ്വന്തം ചിന്തകളെയും വികാരങ്ങളെയും ശാരീരിക അവസ്ഥകളെയും പരിസ്ഥിതികളെയും പറ്റി വ്യക്തമായ ഒരു അവബോധം നമുക്ക് ആവശ്യമാണ്. നമ്മൾ ഇവിടെ കഴിഞ്ഞ കാലത്തിന്റെ ഭാരവും ഭാവിയുടെ ഉത്കണ്ഠയും പേറി ഇങ്ങനെ നടക്കുകയാണെങ്കിൽ ജീവിക്കാൻ അവസരം കിട്ടില്ല. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് പാസ്റ്റ് ഈസ് പാസ്റ്റ്, കഴിഞ്ഞത് കഴിഞ്ഞു. ഫ്യൂച്ചർ അത് വരുമ്പോ വരട്ടെ. 10 കൊല്ലം കഴിഞ്ഞ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിച്ച് ഇന്ന് നമ്മുടെ ജീവിതം ലിവ് ഇൻ ദ പ്രസന്റ്, എൻജോയ് ദ പ്രസന്റ്, ആ ഒരു മാനസികാവസ്ഥയിലേക്ക് വരുമ്പം ഉള്ളത് കൊണ്ട് ഓണം പോലെ സന്തോഷത്തോടെ പോകാൻ കഴിയും. 5 തരം പായസം കൂട്ടി ഓണം കഴിക്കുമ്പോൾ അതിനകത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ. ഈ 5 തരം ഉണ്ടാക്കാൻ ഞാൻ എൻ്റെതായ രീതിയിൽ അല്പം കടമൊക്കെ മേടിച്ച് ഞാൻ കട എങ്ങനെ വീട്ടു എന്ന് ആലോചിച്ചാൽ, പണ്ട് കാണാൻ വിറ്റ് ഓണം ഉണ്ണെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോയാൽ നമ്മുടെ സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കും. ഉള്ളത് കൊണ്ട് നമുക്ക് മതി എന്നൊരു ചിന്ത വന്നാൽ, ആഹാരമായാലും സമ്പത്താണെങ്കിലും മതി എന്നൊരു ചിന്ത വന്നാൽ, അങ്ങനെ വരണമെങ്കിൽ ആ മൈൻഡ്ഫുൾ മെഡിറ്റേഷനിലൂടെ കടന്നു പോകണം. അങ്ങനെ വന്നാൽ
ഭാവിയെക്കുറിച്ചുള്ള ഉത്കണ്ഠ ഉണ്ടാവില്ല, കഴിഞ്ഞ കാലത്തെക്കുറിച്ചുള്ള ദുഃഖവും ഉണ്ടാവില്ല. നമുക്ക് ഇന്ന് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ചിന്തകൾ വരും. അങ്ങനെ ജീവിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ പറ്റും. ഇവിടെയും ഞാൻ പറയുന്നു, ഇക്കാര്യങ്ങളിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നാം വന്നതും പോകുന്നതും നമ്മുടെ പിടിയിലുള്ള കാര്യമല്ല. അതുകൊണ്ട് എനിക്ക് തന്ന സമയം, അലോട്ടഡ് ടൈം, ഞാൻ വളരെ പോസിറ്റീവായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമെന്ന് ഞാൻ എന്നെ അറിഞ്ഞുകൊണ്ട് പറയുക, പ്രവർത്തിക്കുക. അപ്പൊ അങ്ങനെ എന്നെ അറിഞ്ഞുകൊണ്ട് ഒരു ധ്യാനം, ഒരു ചിന്ത കടന്നു പോകുമ്പോൾ നമ്മുടെ മനസ്സമാധാനം നമുക്ക് പൂർണ്ണമായും കിട്ടും. ശാന്തതയും വിശാലത, മനസ്സമാധാനവും കിട്ടാൻ ഇതിൽ കവിഞ്ഞ മറ്റൊരു രീതിയും നമ്മുടെ മുന്നിൽ ഇല്ല എന്നുള്ളത്. അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങളാണ്. നമ്മുടെ ജീവിത ശൈലിയിൽ വരുത്താവുന്ന മാറ്റങ്ങളാണ്. അനാരോഗ്യകരമായ ജീവിത ശൈലി നമുക്ക് പറ്റുന്നതല്ല, നമ്മുടെ മനസ്സിനെ ആനന്ദിപ്പിക്കുന്നത് അല്ല. സ്ട്രെസ് വന്നാല് ചിലർ ചെയ്യുന്നത് ശക്തമായി പുകവലിക്കും, അമിതമായി മദ്യപിക്കും. അതേപോലെ തന്നെ അതൊക്കെ ചെയ്യുന്നത് ഇത് കഴിഞ്ഞാൽ ആശ്വാസം കിട്ടും. 2 പുകയെടുത്താൽ ആശ്വാസം കിട്ടും, 2 പെഗെടുത്താൽ ആശ്വാസം കിട്ടും. ഇല്ല, നിങ്ങളുടെ ഉള്ള സമാധാനം, മനസ്സമാധാനം പോയി കിട്ടും. ചിലർ കൂടുതൽ ആഹാരം കഴിക്കും, ചിലർ ആഹാരം വേണ്ടെന്ന് കഴിക്കും. ഇത് നിങ്ങളെ അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. അനാരോഗ്യകരമായ ജീവിത ശൈലികൾ നാം വ്യക്തികളെ നശിപ്പിക്കുന്നു. കുടുംബത്തിന്റെ ജീവിത ശൈലി മാറ്റം വരുത്തേണ്ടിയിരിക്കുന്നു. വീട്ടിൽ ആഹാരം വെക്കാൻ നമുക്ക് മനസ്സില്ല, നമ്മൾ ഹോട്ടലുകളിൽ നിരന്തരമായി മാറി മാറി പല രുചികളുമായി വന്നാൽ അവസാനം നമ്മുടെ ശരീരത്തിലേക്ക് കയറി വരുന്നത്, മനസ്സിലേക്ക് കയറി വരുന്നത് രോഗാതുരമാണ്. രോഗത്തെ നാം വിളിച്ചു വരുത്തുന്നു. വല്ലപ്പോഴും ഒരു ടേസ്റ്റ് ഓക്കെ, പക്ഷെ നിരന്തരം അപകടത്തിലേക്ക് കൊണ്ടുപോകുന്നു. വിഷജന്യമായ ആഹാരത്തിന്റെ അടിമയായി നാം മാറുമ്പോൾ നമ്മുടെ മനസ്സ് തകർച്ചയിലേക്ക് പോകും. വൈറ്റമിൻ ഡിയുടെ അഭാവം, സനൽ സാറ് പറഞ്ഞ കാര്യമാണ്. വൈറ്റമിൻ ഡിയുടെ അഭാവം നമ്മുടെ ശരീരത്തിൽ വൈറ്റമിൻ ഡിയുടെ കുറവ് അല്ലെങ്കിൽ ഇല്ല എങ്കിൽ മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാവും. അതിന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയുക? പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. പ്രകൃതി നമുക്ക് വേണ്ടി വെയിൽ തന്നിട്ടുണ്ട്. രാവിലെ 11 മണിക്ക് 4 മണിക്കും ഇടയിലുള്ള, ഇപ്പോഴത്തെ വെയിലുള്ള ഞാൻ പറയില്ല, ഇടയിലുള്ള വെയിൽ ഒരു നടത്ത രൂപയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ½ ഡെയിലി മതി, വൈറ്റമിൻ ഡി നിങ്ങൾക്ക് കിട്ടും. അപ്പൊ നിങ്ങൾ ചോദിക്കും, വൈറ്റമിൻ ഡി കടയിൽ പോയിട്ട് ഇങ്ങോട്ട് വാങ്ങിയാൽ പോരെ? കടയിൽ പോയി വാങ്ങി തിന്നാൽ ശരീരം പറയും, ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇത് ഉണ്ടാക്കില്ല, നിങ്ങൾ കടയിൽ നിന്ന് വാങ്ങിക്കോളൂ. വൈറ്റമിൻ ഡിക്ക് നമ്മൾ 3 ഫാറ്റി ആസിഡ്സ് കലർന്ന ആ വസ്തുക്കൾ, മത്സ്യം, കുഞ്ഞു മത്സ്യങ്ങൾ, അത്തരം സാധനങ്ങൾ കഴിക്കും. അതില് പ്ലാന്റ്സിൽ നമ്മൾ സോയാബീനാണ് വൈറ്റമിൻ ഡി കിട്ടുന്ന ഒരു അവസ്ഥ. ഞാനിത് കൂടത്തിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഫിഷ് കഴിക്കാത്തവർക്ക് എന്ത് ചെയ്യും? സോയാബീൻ കഴിക്കാം, വൈറ്റമിൻ ഡി നമുക്ക് കിട്ടും. ഇനി വെയിൽ കൊള്ളുക എന്ന അരമണിക്കൂറെങ്കിലും ഡെയിലി വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി നമ്മുടെ ഇതിലേക്ക് കയറി വരും. നമ്മുടെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് അടുത്തൊരു കാര്യം, തിരക്കുകൾക്കിടയിലും നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടുന്നു. സംഗീതം കേൾക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ്, കേൾക്കാനും വിഷ്വലൈസ് ചെയ്തുകൊണ്ട് കേൾക്കാൻ സഹായിക്കുക. വിഷ്വലൈസ് ചെയ്തുകൊണ്ട് സംഗീതം കേൾക്കുക, വിഷ്വലൈസ് ചെയ്തുകൊണ്ട് ചുറ്റുപാടുകളെ വിഷ്വലൈസ് ചെയ്യുക. നമ്മൾ യോഗ ചെയ്യുക. യോഗ ചെയ്യുമ്പോഴും നമ്മുടെ ശരീരത്തിന്റെ ക്ഷീണം മാറാനും നല്ല ഉറക്കം കിട്ടാനും യോഗ നമ്മളെ സഹായിക്കുന്നുണ്ട്. ശരീരത്തിന്റെ ക്ഷീണം മാറുമ്പോൾ നമ്മൾ ഉറക്കത്തിലേക്ക് കൊണ്ടുവരും. നമുക്ക് ക്രിയേറ്റീവായിട്ടുള്ള തിങ്കിങ് അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളിൽ ഉണ്ടാവുന്ന സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ്റെ അളവ് കുറയുന്നു.
ഇത് ചിന്തിച്ചു കൂട്ടുന്നതാണ്, പലതും ചിന്തിച്ചു കൂട്ടുന്നതാണ്. ചിന്തിച്ചു കൂട്ടാൻ പോസിറ്റീവ് ഐറ്റംസ് കയ്യിലുണ്ടെങ്കിൽ കൂടുതൽ ചിന്തിച്ചു കൂട്ടാനായിട്ട് കഴിയില്ല. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് രണ്ട് കാര്യം കൂടെ പറഞ്ഞേക്കാം. ക്രിയേറ്റീവ് തിങ്കിങ്. നമ്മുടെ ചിന്തകളിൽ എപ്പോഴും മാനസികാരോഗ്യം കൂട്ടുന്നതിന് വേണ്ടി ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യും. മനസ്സിനെ പീഡിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വിട്ട് ക്രിയേറ്റീവായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് പ്രവൃത്തി ചെയ്യുമ്പം ശാന്തി ലഭിക്കും. കുട്ടികൾ കണ്ടിട്ടില്ലേ, ക്രിയേറ്റീവായിട്ട് പലതും ചെയ്യുന്നു. അന്നേരം അവർ വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവർ ചിന്തിക്കുന്നത് അവരുടെ രീതിയിൽ ഈ വസ്തു എങ്ങനെ ഉണ്ടാക്കാം. നമ്മൾ ഗാർഡനിങ്ങിൽ ഏർപ്പെടാം, ഓമന മൃഗങ്ങളെ വളർത്തുന്നതിൽ ഏർപ്പെടാം. അവിടെയൊക്കെ ഓമന മൃഗത്തിന്റെ മുതുകിൽ ഒരു ടച്ച്, നമ്മളൊരു 2, 3, 4 മിനിറ്റ് ടച്ച് ചെയ്ത് കൊടുത്തു നോക്കൂ. അവിടെ ശാന്തമായി ആ ഓമന മൃഗം വിശ്രമിക്കുന്നതോടൊപ്പം തന്നെ നമ്മളിലും വിശ്രമാവസ്ഥ കയറി വരും. നമ്മളിലും വിശ്രമാവസ്ഥ കയറി വരും, ഉറപ്പാണ്. നമുക്ക് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് കാണുക, അവരുടെ ജോലിയെക്കുറിച്ച് അന്വേഷിക്കുക, അവരുമായി ഇടപെട്ട് മറ്റാളുകളെ സഹായിക്കാൻ നമ്മളും ഇറങ്ങിച്ചു. ഡിപ്രഷനെ നമുക്ക് നേരിടാനായിട്ട് കഴിയും. ഡിപ്രസീവായ ഒരാളുമായി സംസാരിക്കാൻ നമ്മുടെ സമയം അയാൾക്ക് കൊടുക്കുക. അയാൾക്ക് എന്നെ ആർക്കും വേണ്ട, എന്നെ പറ്റില്ല, കൊള്ളില്ല, ആ ചിന്തയിൽ നിന്ന് അയാളെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ എന്നിലുള്ള ചിന്ത ഞാൻ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. ഇനി ആവശ്യമുണ്ടെങ്കിൽ മനോരോഗ വിദഗ്ധരെ കാണാം. മരുന്ന് ഒഴിവാക്കണമെങ്കിൽ സൈക്കോതെറപ്പിസ്റ്റുകളെ കാണാം. അത് മാനസികമായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള ആധികാരികമായ സ്ഥലങ്ങളാണ്. അങ്ങോട്ട് പോയിക്കൊണ്ട് തന്നെ നമുക്ക് ഈ മെന്റൽ ഡിസ്ട്രസ് മാറ്റിക്കളയാം. ഒന്നുകൂടെ നമ്മൾ റിലാക്സേഷനിൽ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ, പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ. ഈ പ്ലാറ്റ്ഫോമിൽ ഇത് ചെയ്യാറുണ്ട് സാബു സാറിന്റെ 5:15 അതിൽ. ഈ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ എന്താ ചെയ്യുന്നത്? നമ്മുടെ മസിലുകളെ മുഴുവൻ തളർത്തിയിടുകയാണ്. ഭാരം കുറഞ്ഞ ഒരു പഞ്ഞിക്കെട്ട് കിടക്കുന്നത് പോലെ കിടന്നുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അനുഭവിക്കാനായിട്ട് കഴിയും. പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യം, പ്രോഗ്രസീവ് റിലാക്സേഷൻ ആണെങ്കിൽ തല തൊട്ട് കാല് വരെ, തലയിൽ നിന്ന് താഴോട്ടാണ് ആ റിലാക്സേഷൻ കൊണ്ടുപോകുന്നത്. ശരീരത്തിന്റെ ഓരോ അംശത്തിലും കെട്ടിക്കിടക്കുന്ന നെഗറ്റീവ്സിനെ പുറന്തള്ളുകയാണ് ഭൂമിയിലേക്ക്. ആ 2 തരം റിലാക്സേഷൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതിലൂടെ നമ്മുടെ സമ്മർദ്ദങ്ങളെ മാറ്റാനായിട്ട്. അവസാനമായിട്ട് പറയാനുള്ളത്, ഈശ്വര ചൈതന്യത്തോടു കൂടി ഒത്തുചേർന്ന് നമ്മൾ പോകും. ഞാനിത് 3ാമത്തെ പ്രാവശ്യം ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു. ഈശ്വര സാന്നിധ്യം നമ്മോടൊപ്പം ഉള്ളതായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ അതിനു വേണ്ടി ഒരു ദാഹം നമുക്ക് ആവശ്യമാണ്. ജീസസ് പറഞ്ഞിട്ടുള്ളതാണ്, ദൈവം നിങ്ങളോട് പറയുന്നു, നിങ്ങൾ അസ്വസ്ഥമാവണ്ട, ഞാൻ നിങ്ങളോട് കൂടെ. ഈശ്വരൻ എപ്പോഴും അവന്റെ സൃഷ്ടിയോട് കൂടെ ഉണ്ട് എന്ന ഹോളിസ്റ്റിക് തോട്ട് നിങ്ങളിൽ എപ്പോൾ കൈവരുന്നു, നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മളെ താങ്ങാൻ ഒരാളുണ്ട്, നമ്മളെ ശ്രദ്ധിക്കാൻ ഒരാളുണ്ട്, നമ്മളെ നയിക്കാൻ ഒരാളുണ്ട് എന്ന ചിന്ത നമ്മളിൽ എപ്പോൾ കയറി വരുന്നു, അപ്പോൾ നാം സമാധാനമാകും. അച്ഛനെയും അമ്മയും കാണാത്ത ചെറിയ കുട്ടി കിടന്ന് അലറി നിലവിളിക്കുമ്പോൾ അമ്മയുടെ സ്വരം ദൂരത്തുനിന്ന് കേട്ടാൽ ആ നിലവിളി നിൽക്കും. നമ്മുടെ നിലവിളി കേൾക്കുന്ന ഈശ്വരന്റെ മുമ്പിൽ നമ്മൾ സമർപ്പിക്കൂ. ശരിയായ സമയത്ത് ആ സമർപ്പണം നമ്മളെ സഹായിക്കും. ശരിയായ സമയത്ത് മാനസികമായ പ്രശ്നങ്ങൾ കണ്ടെത്തി മാനസിക സമ്മർദ്ദങ്ങളെ നേരിടാൻ കഴിവുള്ളവരായി അപ്പോൾ നമ്മൾ തീരും. ഏത് മാനസിക സംഘർഷങ്ങളെയും നേരിടാനുള്ള ശക്തി നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുകയാണ്. സാബു സാർ.
താങ്ക് യു സാർ. തീർച്ചയായിട്ടും മനസ്സിനെ ശാന്തമാക്കുന്ന ഏറ്റവും മനോഹരമായ ചില പുതുവഴികൾ തന്നെയാണ് സാറിലൂടെ നമ്മൾ കേട്ടത്. പ്രത്യേകിച്ച് സെൽഫ് അവയർനെസിന്റെ പുതിയ തലങ്ങൾ, മൈൻഡ്ഫുൾനെസ്സിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്ര, അതുപോലെ തന്നെ എക്സസൈസ് എന്ന് പറയുന്ന ഏറ്റവും നല്ല രോഗപ്രതിരോധ രീതികൾ, ഉറക്കം, നല്ല റിലേഷൻഷിപ്പ്, ഇങ്ങനെയുള്ള പല തലങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് സ്പിരിച്വാലിറ്റിയുടെ യഥാർത്ഥ രൂപം ഇതെല്ലാം നമ്മൾ ഉൾക്കൊള്ളുമ്പോൾ നമ്മളറിയാതെ നമ്മൾ തന്നെ ശാന്തമാകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസത്തെ ബുക്ക് റിവ്യൂവില് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് സ്ലോ ഡൗൺ സംഭവിക്കേണ്ടത്, കാര്യങ്ങളെ തിരിച്ചറിയാൻ എന്ന് പറയുന്ന ആ ഒരു ഇതിവൃത്തവുമായി ചേർത്ത് വെച്ച് സാറിന്റെ ക്ലാസ്സിനെ ഒന്ന് ശ്രദ്ധിക്കുമ്പം ശാന്തമാകാൻ, മനസ്സിന്റെ ആകുലതകളില്ലാതെ മുന്നോട്ട് ജീവിക്കാൻ എത്ര കൃത്യമായി സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്, എത്രമാത്രം ക്രിയേറ്റീവായിട്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഈ സംവിധാനങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളറിയാത്ത ഈ ശാന്തത നമ്മളെ കൂടുതൽ ഭരിക്കുകയും മുന്നോട്ട് പോകാൻ കൂടുതൽ പ്രചോദനമാകുകയും ചെയ്യും. തീർച്ചയായിട്ടും വളരെ മനോഹരമായി ലയനൽ സാറിന്റെ ക്ലാസ് നമുക്ക് തുടർന്നുള്ള ചർച്ചയിലേക്ക് പോകാം. അനേകം ഇതുപോലുള്ള വിധികൾ നമ്മുടെ മുമ്പിലുണ്ട്. ഈ വിധികൾ നമ്മൾ പ്രായോഗിക ജീവിതത്തെ പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ള പല പ്രതിസന്ധി ഘട്ടങ്ങളിലും. എങ്ങനെ നമുക്കത് റിലാക്സേഷനിലേക്ക് എത്താമെന്ന് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നമുക്ക് സംസാരിക്കാം. ആദ്യമായി ആരാണ് പറയുന്നത്? റോയ് സാർ റെഡിയാണോ? റോയ് സാർ, അനിൽകുമാർ സാർ. സാറ് എല്ലാ വശങ്ങളും കവർ ചെയ്തു. നമ്മുടെ മനസ്സിന്റെ സംഘർഷങ്ങള്, വിഷമങ്ങള് മാറാൻ നാം എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഉലകൻ സാറിന് അതിന്റെ എല്ലാ വശങ്ങളും തന്നെ ചർച്ച ചെയ്തു പോയി. അപ്പൊ അതുപോലെ തന്നെ ആ എക്സസൈസിന്റെ കാര്യവും, പോസിറ്റീവ് ചിന്തകൾ വേണം, പിന്നെ ഡീപ് ബ്രീത്തിങ്, മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, പിന്നെ വൈറ്റമിൻ ഡി കൂടാനുള്ള കാര്യം പറഞ്ഞ വെയിൽ കൊള്ളുന്ന കാര്യവും, ആ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷനും, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും സാറ് കവർ ചെയ്തു. ഇനി അത് നമ്മളെ കൊണ്ട് ഈ അസുഖം മാറാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നല്ല ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണുക. അവർ കൂടിയ ഡിഗ്രിയിലുള്ളതാണെങ്കിൽ, ഇത് സാധാരണയുള്ള കേസുകൾ, അല്പം കൂടിയ ഡിഗ്രിയിലുള്ളതാണെങ്കിൽ നമ്മൾ വേണ്ടപ്പെട്ടവരും കുടുംബത്തിലെ ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ നമ്മുടെ വെൽ വിഷേഴ്സ് അവരുമായിട്ട് ചേർന്ന് ഒരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്, നല്ലൊരു മെന്റൽ ഹോസ്പിറ്റലിൽ പോവുകയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് ചെന്ന് അവരത് കണ്ടെത്തുകയും അതോടൊപ്പം തന്നെ സൈക്കാട്രി, MBBS കഴിഞ്ഞുള്ള സൈക്കാട്രിസ്റ്റിന്റെ കൂടെ ഡ്രഗ്സ് നമ്മൾ ഉപയോഗിക്കേണ്ടതാണെങ്കിൽ ആ ഡ്രഗ്സും ഉപയോഗിച്ചുകൊണ്ട്, ഇതൊരു കോമ്പിനേഷൻ ഓഫ് തെറാപ്പിയാണ്. ഡ്രഗ്സും അതുപോലെ ബിഹേവിയർ തെറാപ്പി, കോഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എല്ലാം കൊണ്ട് നമുക്ക് കൂടുതൽ സന്തോഷമാകാൻ തീരും. സാർ അത്രയും വലിയ കട്ടി കൂടിയ കാര്യങ്ങളിലേക്ക് വന്നില്ല. അങ്ങനെ വരികയാണെങ്കിൽ അതുകൂടെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തെറാപ്പി, ഇതിപ്പം ഇത്ര കൂടിയ ഡിഗ്രിയിലാണെങ്കിൽ പെട്ടെന്ന് ഒരു നേരത്തെ കൗൺസിലിംഗ് കൊണ്ടോ ഒരു ഗൈഡൻസ് കൊണ്ടോ തീരില്ല. കുറെ സെഷനിൽ ഇരിക്കണം. അപ്പൊ ഈ ലാസ്റ്റ് നമ്മൾ ഈ പറഞ്ഞ പോലെ സമാധാനം കിട്ടാനുള്ള, ഇപ്പൊ ഓരോ മതത്തിൽപ്പെട്ടവർക്കും നമുക്ക് സമാധാനം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ആ ദൈവവിശ്വാസം ഇതിലേക്ക് വരിക. അപ്പൊ ഇതെല്ലാം കൊണ്ട് നമ്മൾ അതുപോലെ പ്രാർത്ഥന, അത് മാത്യു 41 22 ഇത് നോക്കുക, അധ്യായത്തിൽ 22 വാക്യം നോക്കുകയാണെങ്കിൽ അത് നമ്മൾ ആ നമ്മൾക്ക് അസുഖമാകും, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ നേടിയെടുക്കും എന്നുള്ള ചിന്തയോടുകൂടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കാനും സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള മനസ്സിന് കൊടുക്കുന്ന ഒരു തൻ്റെ ഇടം ആ പ്രാർത്ഥനയിൽ കൂടി, ആ മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ വഴിയായിട്ടും ആ ബ്രീത്തിങ് എക്സസൈസും ഈ പറയുന്ന കൗൺസിലിങ്ങും എല്ലാം കൊണ്ട് നമുക്ക് സുഖം പ്രാപിക്കാൻ പറ്റും. അതിന് ഉള്ള നല്ലൊരു ക്ലാസ്സാണ് നമ്മുടെ ഉലകനാൻ സാർ നൽകിയത്. വളരെ വളരെ നന്നായി. സാറിനല്ല ഇതുപോലുള്ള നല്ല നല്ല ക്ലാസ്സുകൾ സാർ ഇനിയും വരട്ടെ.
സാറിന് ആരോഗ്യവും സൗഖ്യവും ദൈവം തമ്പുരാൻ നൽകട്ടെ എന്നും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നല്ലത് വരട്ടെന്നും നല്ലൊരു അറിവ് കിട്ടിയിട്ടുണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്തുകയാണ്. സാബു സാർ, സുലൈമാൻ സാർ. താങ്ക് യു സാർ. അനിത സുഖമോ? കേൾക്കാം. സനോദയ ക്ലാസ്സിന് കഴിഞ്ഞ ശേഷം പിന്നെ ഈ ഒരു ഫ്ലോ ആണ്, ഒരു വേവ് ആണ് ഇപ്പൊ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പറയൂ. സർ, ഞാൻ അതാ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. സാർ പറഞ്ഞ പോലെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഞാനൊരു അവിടുത്തെ 7:30 ആയപ്പോഴാണ് കയറിയത്, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അപ്പോ സാറ് എനിക്ക് എന്താ തോന്നിയെന്ന് വെച്ചാല് നമ്മുടെ തറവാട് വീടിന്റെ നേരെ മുകളിലത്തെ വീട്ടില് നമ്മളെ വീട്ടിലാണ് നമ്മളവരെ മൂത്തച്ഛനെ വിളിക്കുക. അപ്പൊ അവർക്കിപ്പോ ഒരു 80 വയസ്സൊക്കെ ആയി. അപ്പൊ ഞാൻ ചെറിയ പ്രായത്തില് നമ്മുടെ വീട്ടിൽ മാതൃഭൂമിയെ വാങ്ങിക്കുക, അവരുടെ വീട്ടിൽ മനോരമ വാങ്ങിക്കും. അപ്പൊ നമ്മൾ ബാർട്ടർ സമ്പ്രദായം പോലെ നമ്മുടെ പേപ്പർ അവർക്ക് കൊടുക്കും, അവരുടെ പേപ്പർ നമുക്ക് തരും. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി പോകുമ്പോ ആ വീട്ടിലൊരു ഓഫീസ് റൂം ഉണ്ടായിരുന്നു. അപ്പൊ ആ ഓഫീസ് റൂമിൽ മൂത്തച്ഛനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരും. അവരൊരു സ്കൂളിലെ ഹെഡ് മാഷാണ്. അപ്പൊ ആ ഒരു ഫീലോട് കൂടിയാണ് ഞാൻ കേട്ടത്. അപ്പൊ മൂത്തച്ഛനെ പോലെയാണ് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ അത്രയും മനോഹരമായിട്ടാണ് സാർ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ടായത്. ഇപ്പൊ നമ്മള് PPT ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും നമുക്കില്ല. അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും സാർ പറഞ്ഞു തന്നത്. അപ്പൊ അതിൽ ആദ്യം ഞാൻ കേട്ട കാര്യം, നമ്മളൊരു പൊതുവേദിയിലേക്ക് സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമ്മൾ വറീഡ് ആവും, നമ്മൾ ടെൻസ്ഡ് ആവും. അപ്പൊ എനിക്കും ഫീൽ ചെയ്യുന്ന കാര്യം, നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അപ്പൊ എന്നോട് ഹസ്ബൻഡ് പറയും, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട, നീ കഴിഞ്ഞ ക്ലാസ് എടുത്തതിന്റെ ഫീഡ്ബാക്ക് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, എത്ര നല്ല ഫീഡ്ബാക്കുകളാണ് അവർ പറഞ്ഞത്. അപ്പൊ നമുക്ക് അതാ സാറിന്റെ കോട്ട് ചെയ്തിട്ടുണ്ടായത്. നമ്മളുടെ ഇതിന് മുന്നത്തെ വിജയങ്ങൾ ആലോചിച്ചാൽ നമുക്ക് ആ ടെൻഷൻ കുറക്കാൻ വേണ്ടി പറ്റും. പക്ഷെ ആ സമയത്ത് ഭയങ്കര വറിയായിരിക്കും എന്നുള്ളതാണ് സത്യം. പിന്നെ അതേപോലെ നമ്മളുടെ നിഴല് കണ്ട് ഭയപ്പെടാൻ പാടില്ല. ആ നിഴല് കുറച്ച് സമയം കഴിഞ്ഞാല് നമ്മളിലേക്ക് തന്നെ അലിയും. വെയിറ്റ് ആൻഡ് സീ എന്നുള്ള ഒരു കൺസെപ്റ്റ് പറഞ്ഞു. വ്യായാമത്തിന്റെ പ്രാധാന്യം പറഞ്ഞു. വ്യായാമത്തിലൂടെ നമ്മളുടെ മെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളും എങ്ങനെയാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, എൻഡോർഫിൻ പോലുള്ള ഹാപ്പി ഹോർമോൺസ് റിലീസ് ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ സ്മൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പൊ നമ്മള് മറ്റുള്ളവർക്ക് സർവീസ് ചെയ്യണം എന്നുള്ളത് പറയും. അപ്പൊ പൈസ കൊടുക്കുന്നതോ ഭക്ഷണം കൊടുക്കുന്നതിനേക്കാളെല്ലാം അതിനേക്കാളും മികച്ചതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരെ നോക്കി നമുക്ക് പുഞ്ചിരിക്കാം. അത് തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു സർവീസ് ആണെന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കാറുണ്ട്. അതേപോലെ മ്യൂസിക്കിന്റെ പ്രാധാന്യം, വിനോദത്തിന്റെ പ്രാധാന്യം, ബ്രീത്തിന്റെ പ്രാധാന്യം, അത് ഞാൻ വളരെ സ്പെസിഫിക് ആയിട്ട് ചിന്തിച്ചു. ഇപ്പോ ഞാൻ പുനർനവ എന്ന് പറയുന്ന ഒരു യോഗ ഗ്രൂപ്പില് ടോട്സിന്റെ അവര് ഇതിൽ തന്നെ വരുന്ന അവരാണ്. അപ്പൊ അവരെ യോഗ ഗ്രൂപ്പിൽ കയറാറുണ്ട്. അപ്പൊ അവിടെ ഒരു സാറ് സെഷൻ എടുക്കുമ്പോൾ പറയാറുണ്ട്, നിങ്ങൾ ഉള്ളിലേക്ക് ശ്വസിക്കുന്ന പുക വെളുത്ത പുകയായിട്ടും നിങ്ങൾ പുറത്തേക്ക് വിടുന്ന പുക കറുത്ത പുകയായിട്ടും ചിന്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളുടെ ഇന്ന് നടന്ന കാര്യത്തില് നല്ല പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ ഉള്ളിലേക്ക് എടുക്കാനും നിങ്ങൾ അതിൽ വിഷമിപ്പിച്ച കാര്യങ്ങൾ കറുത്ത പുകയായിട്ട് പുറത്തേക്ക് വിടാനും വേണ്ടിയിട്ട്. അപ്പൊ അതെനിക്ക് ഈ സാർ പറഞ്ഞപ്പോൾ റിലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റി. സാർ ആ രീതിയിലാണ് അത് പറഞ്ഞു വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷന്റെ കാര്യം, പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് ക്രിയേറ്റീവ് തിങ്കിങ്. അപ്പൊ നമ്മളെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കൊടുക്കൂലേ, അപ്പൊ ഞാൻ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പോയിന്റ് ക്രിയേറ്റീവ് തിങ്കർ എന്നുള്ളതാണ്. അപ്പൊ അത് ഞാനൊരു പുസ്തകത്തിൽ വായിച്ചൊരു കാര്യമാണ്. ഇപ്പൊ നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിനെ ക്രിയേറ്റീവായിട്ട് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടി പറ്റുന്നത് അതൊരു വ്യക്തിന്റെ കഴിവാണ്. അപ്പൊ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, മാനസിക ആരോഗ്യം കൂട്ടാൻ വേണ്ടി ക്രിയേറ്റീവായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം എന്നുള്ളത് സാറ് പറഞ്ഞു. അതേപോലെ ഈശ്വര ചൈതന്യത്തോടു കൂടി ഒത്തുചേർന്ന് പോകാൻ വേണ്ടി പറഞ്ഞു. അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്, നമ്മളെ സൃഷ്ടിച്ച ആ ഒരു മഹാശക്തി അത് നമ്മളോട് കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധത്തോടു കൂടി മുന്നോട്ട് പോകാൻ വേണ്ടി പറഞ്ഞുകൊണ്ട് ഈ എല്ലാ പ്രതിസന്ധികളിലും അതിജീവിക്കാനുള്ള ശക്തി നമ്മൾക്ക് ആശംസിച്ചുകൊണ്ടാണ് സാർ വളരെ മനോഹരമായിട്ട് സെഷൻ വൈൻഡപ്പ് ചെയ്തത്. എന്തായാലും കുറച്ച് ഭാഗങ്ങൾ എനിക്ക് മുന്നേ മിസ്സായി. സാറിന്റെ ഇൻട്രൊഡക്ഷനും ആരാണെന്നുള്ളത് എനിക്ക് അറിയില്ല. അപ്പൊ എന്തായാലും വളരെ മനോഹരമായ സെഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് സാർ. ഓക്കെ, താങ്ക് യു. സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ. എന്താ സാർ? സുലൈമാൻ സാർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ, ആരാണെന്ന് പറയാം. ഞാനോ? ഓക്കെ, പറയാം. ഞാനൊരു പാലക്കാട്ടുകാരനാണ്. സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അതിനുശേഷം സൈക്കോളജി പഠിക്കാൻ പോയി. സൈക്കോളജി പഠിക്കാൻ പോയതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ കാര്യം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സന്തോഷം എനിക്ക് ചുറ്റും സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. ഞാനൊരു സൈക്കോ തെറപ്പിസ്റ്റാണ് ഇപ്പോൾ.
ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെതായ ക്ലിനിക്കിലാണ്. ആ ക്ലിനിക്കിലേക്ക് വരുന്ന ഓരോ ആളുകളുടെയും ചരിത്രം അവർ പറയുമ്പോൾ ഞാൻ എത്ര ഭാഗ്യവാനാണ്, എൻ്റെ ചുറ്റുമുള്ളവർ എത്ര ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ് എന്ന് ചിന്തിക്കുന്ന ആ കൺസെപ്റ്റ് കയറിയതോടു കൂടി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ 100 മീറ്റർ ആ ഓട്ടത്തിൽ അധികം ഓടാതെ അത്യാവശ്യമുള്ള കാര്യം ഓടി നിർത്തുന്നത്. അപ്പൊ ഞാൻ ഇപ്പോൾ പാലക്കാട്ടുകാരനാണ്, കോട്ടയമാണ് ഒറിജിനൽ എങ്കിലും പാലക്കാട്ടുകാരനായി. റെയിൽവേയിലായിരുന്നു ആദ്യം, അവിടുന്ന് റിസൈൻ ചെയ്തു, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ വന്നു, അവിടെ ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തു. കുടുംബമുണ്ട്, 2 മക്കളുണ്ട്, അവർക്ക് ഓരോരുത്തർക്കും കുടുംബമുണ്ട്. മൊത്തത്തിൽ ഞാനൊരു മുത്തശ്ശനാണ്, ഒരു സൈക്കോളജിസ്റ്റ് കൂടിയാണ്. വേറൊന്നും പറയാനില്ല. താങ്ക് യു സർ. മോഹൻദാസ് സാർ, മോഹൻദാസ് സാർ അൺമിട്ടി. വളരെ വളരെ ആണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്, നമ്മൾ ഇതുവരെയുള്ള ലൈഫിലുള്ള എക്സ്പീരിയൻസ് അതെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളെ ഒരു ഓർഡറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ പീസ്ഫുൾ മൈൻഡും കിട്ടും, പീസ്ഫുള്ളായിട്ട് പോവാം. ഒരു കണ്ട കാര്യമേ ഇല്ല എന്നുള്ള ഒരു കിട്ടുന്നിട്ടുണ്ട്. ആ ചെറുകഥ പോലെ അതുപോലെയാണ്, ആവശ്യമുള്ളത് മാത്രം മതി, അതുകൊണ്ട് തൃപ്തിപ്പെടുക, ഉള്ളത് കൊണ്ട് പോകണം. ആ ഒരു പ്രിൻസിപ്പിൾ മതി. കൂടുതൽ വലുതായിട്ട് ആഗ്രഹിക്കുകയും വേണ്ട, വലുതായിട്ടുള്ള ദുഃഖവും വേണ്ട. എല്ലാം സാർ. ജോർജ് സാർ. താങ്ക് യു സർ. ഉലൻ സർ, പ്രത്യേകം അഭിനന്ദനങ്ങൾ പറഞ്ഞു തന്നെ തുടങ്ങട്ടെ, പറയാതിരിക്കാൻ വയ്യ. ഇന്നത്തെ ക്ലാസ് കുറെ കൂടെ സാറിൻ്റെ പതിവ് ക്ലാസ്സുകളിൽ നിന്ന് കുറച്ചുകൂടെ എന്നെ ഹൃദ്യമായി സ്വാധീനിച്ചു. അത് എന്തെന്നാൽ തൊട്ടു മുമ്പ് പറഞ്ഞവരൊക്കെ പലതും പറഞ്ഞു, അതൊക്കെ തന്നെ ഞാനും കൂടുന്നു. വളരെ ഓരോ കാര്യങ്ങളും അക്കം വിട്ട് തോണ്ടി വിളിച്ചിട്ട് പറയും പോലെയായിരുന്നു. ഏറ്റവും ഇസഡ് എല്ലാ കണ്ടൻസും കൃത്യമാണ്. കാര്യം പലപ്പോഴും കേട്ടിട്ടുണ്ടാവും, സാറ് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത്തേത് അങ്ങനെയല്ല. ഒരു വളരെ ഡിസിപ്ലിൻഡ്, ഒരു നല്ല ഓർഡറായിട്ട്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും ഏക്കുന്ന വിധത്തിലായിരുന്നു. ഞാൻ പ്രത്യേകിച്ച് വളരെ സരസമായിട്ട് തന്നെ പ്രസന്റ് ചെയ്തവര്, ഈ ഒരു ശാന്തമായി പോകുന്ന ഒരു കൊച്ചു പൂച്ച, അതിനെതിരിടാൻ ഒരു വലിയ പട്ടിക്ക് വന്നാലും ശരി, ഇവൻ പെട്ടെന്ന് ആ വാലൊക്കെ ഒന്ന് ചുരുട്ടി, ഒന്ന് രോമങ്ങളൊക്കെ ഉയർത്തി, കണ്ണൊന്ന് ഉരുട്ടിയിട്ട് ഒന്ന് നിൽക്കുന്ന ആ രംഗം, വരുന്ന പട്ടി എത്ര വലുതാണേലും പട്ടിയുടെ മുമ്പിൽ ഒരു 3-4 പട്ടി എതിർക്കാൻ വരുന്ന ഫീലിംഗ് ആണ് അവനിൽ ഉണ്ടാക്കുന്നത്. ഈ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്ന ആ ഒരു പ്രയോഗം പോലെ. എന്തായാലും കേട്ടോ, ആ ഉപമ അതിഗംഭീരമാണ്. ഏത് മനുഷ്യനും അതെ. ചില ആളുകള് വളരെ ശരീരം കൊണ്ട് കൃഷകാത്രരാണെങ്കിലും ശരി, പൊണ്ണത്തടിയന്മാരെയൊക്കെ വരട്ട് നിർത്തുന്ന ചില രംഗങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കറു എന്നുള്ള വാക്കുകളൊക്കെ അവർ പ്രയോഗിക്കാൻ കൃത്യമായിട്ട്. എന്നതുപോലെ അത് ഹെൽത്തി കണ്ടീഷൻ വരെ ആകാം, അവിടെ വിട്ട് പോകരുത്. സാറ് പറഞ്ഞല്ലോ, കോർട്ടിസോളും അഡ്രിനാലിനും ഒക്കെ പരിധി വിടാൻ ഇട കൊടുക്കാത്ത വിധത്തിലുള്ള സ്ട്രെസ്, പരീക്ഷയ്ക്ക് ക്ലാസ് എടുക്കാനൊക്കെ തയ്യാറെടുക്കുന്നതൊക്കെ ഹെൽത്തി ലെവലിൽ കൺട്രോൾ ചെയ്ത് പോകുന്നത് നല്ലത്. ഓക്കെ, ഓരോ കാര്യങ്ങളും അങ്ങനെ എന്താ പറയണേ, അവസാനം പറഞ്ഞു വന്നല്ലോ, മറ്റേ PMR റിലാക്സേഷൻ ടെക്നിക്സ്, മൈൻഡ്ഫുൾനെസ്. അതെ, എന്തായിരുന്നാലും മാറ്റാൻ പറ്റാത്തതിനെ ഉൾക്കൊള്ളുക എന്നുള്ളതല്ലാതെ അറിവില്ല, അത് മാറ്റാൻ പറ്റില്ല എന്ന് അംഗീകരിച്ചുകൊണ്ട് അതിനോട് പൊരുത്തപ്പെട്ട് അങ്ങ് പോകാൻ പറ്റിയാൽ അതൊരു വലിയ കാര്യം. മൈൻഡ്ഫുൾ മെഡിറ്റേഷൻ, അതുപോലെ തന്നെ മറ്റേ പ്രോഗ്രസീവ് മസിൽ റിലാക്സേഷൻ ടെക്നിക്കും, എല്ലാത്തിനും ഉപരി ഒടുക്കം പറഞ്ഞ് മറ്റേ പണ്ട് യേശുദാസ് പാടിയതുപോലെ, ഈശ്വര ചിന്തയൊന്നേ മർത്യന് ശാശ്വതമേയുലകിൽ. ഒരു അത്താണി ഉണ്ടെന്ന് തോന്നിയാൽ എല്ലാം ഒത്തിരി ബലം നമ്മൾ അറിയാതെ വരും. ആത്മബലം ഭയങ്കര ശക്തിയാണ്. എന്തായാലും സാറേ, ഒരു പുത്തൻ ഉണർവ് കിട്ടിയതുപോലെയുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
താങ്ക് യു ജോർജ് സാർ. തീർച്ചയായും റോയ് സാർ ഉണ്ടോ? രമാവതി മാം, ഓമന ടീച്ചർ. റോയ് സാർ പറയും. അങ്ങോട്ട് ചെയ്യും. ഹലോ ഉദയനൻ സാറേ, സാറ് സാധാരണക്കാരൻ്റെ മാനസികാവസ്ഥയിൽ എങ്ങനെ മാറ്റം വരുത്താം എന്നുള്ളത് വളരെ സിമ്പിളായിട്ട് അവതരിപ്പിച്ചു. ഞാൻ പണ്ടൊരു ഇതെടുത്താൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് കുറെ കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ വലിയ കാര്യമൊന്നുമില്ല, പക്ഷേ സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണക്കാരന് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലായിരുന്നു. അതിൽ പ്രായോഗികമായിട്ട് എല്ലാവർക്കും അഡോപ്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളായിട്ട് സാർ പറഞ്ഞു. ഈ ഉറക്കക്കുറവിൻ്റെ കാര്യങ്ങളും സംഗീതം കേൾക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, സ്ട്രെസ് എന്ന് പറയുന്നത് കാര്യങ്ങൾ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് പ്രകൃതി തന്ന ഒരു ഇതാണ് സ്ട്രെസ്. റോയ് സാറ് സൗണ്ട് ഒരല്പം പുറകിലാന്ന് തോന്നുന്നു. ആണോ? ഓക്കെ. ഇപ്പോഴേ സാറേ കേൾക്കാവോ? പറഞ്ഞോ. കേൾക്കാം. അപ്പോ എല്ലാ സ്ട്രെസ്സുകളും നല്ലതിന് വേണ്ടിയിട്ടാണ്, പക്ഷെ അത് കൂടുതലായി കഴിയുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോ അത് കൂടുതലാവാൻ ഉണ്ടാവുന്ന കാരണങ്ങൾ, ഒന്ന് നമ്മളുടെ പ്രതീക്ഷ അതിനെതിരായി വരുമ്പോഴാണ് സ്ട്രെസ് കൂടുതൽ വരുന്നതായിട്ട്. അപ്പോൾ അതുപോലെ തന്നെ സാറ് പറഞ്ഞ ഒരു കാര്യവും കറക്റ്റാണ്. നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികൾ പോസിറ്റീവ് ആക്കിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഗ്ലാസ്സിൽ കുറെ വെള്ളം എടുത്തു കഴിഞ്ഞാൽ അര ഗ്ലാസ് വെള്ളം എന്ന് പറയണതും ഹാഫ് ഫുൾ എന്ന് പറയുന്നതും ഹാഫ് എംറ്റി എന്ന് പറയുന്നതും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. അതുപോലെ തന്നെ നമ്മുടെ ചില വിശ്വാസങ്ങളുണ്ട് സ്ട്രെസ് ഉണ്ടാക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണ്, പൂച്ച വട്ടം ചാടിയെ കഴിഞ്ഞാൽ പോയ കാര്യം നടക്കുകയില്ല എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഇറങ്ങിയപ്പോൾ ഒരു പൂച്ച റോഡൊന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അയ്യോ നടക്കില്ലയോ, കുറെ സ്ട്രെസ്സിന്റെ അവസരങ്ങളുണ്ട്. അപ്പൊ അതുപോലെ പല ബിലീഫ് സിസ്റ്റംസും നമ്മളിൽ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് സാധാരണയായിട്ട്. പിന്നെ ഇതിനൊക്കെ നല്ല ഒരു മാർഗം എന്നാന്ന് പറഞ്ഞാൽ നമ്മുടെ കാര്യങ്ങൾ തുറന്നു പറയാം. അതാണല്ലോ കൗൺസിലിംഗ്. തുറന്നു പറയുവാനുള്ള ഒരു സുഹൃത്ത് ബന്ധം, അതല്ലെങ്കിൽ അതുപോലെ പറയുമ്പോൾ നമ്മുടെ സ്ട്രെസ് റിലീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തുറന്ന് ആരോടെങ്കിലും പറയണം. കാരണം നമ്മുടെ ചിലപ്പോൾ പ്രൈവറ്റ് നമ്മളുടെ ഉള്ളിൽ ആർക്കും പറയാൻ മേലാത്ത കാര്യങ്ങളായിരിക്കാം, പബ്ലിക് ആക്കാൻ മേലാത്തതായിരിക്കും. പക്ഷെ വിശ്വസിച്ച് നമുക്ക് തുറന്നു പറയാൻ പറ്റിയ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സ്ട്രെസ് ഫോം ചെയ്ത് കുറയ്ക്കാൻ പറ്റും. പിന്നെ സാറ് പറഞ്ഞു മറ്റേ ഹ്യൂമർ വളരെയധികം സ്ട്രെസ് മാറ്റാം. പക്ഷെ അത് വേണ്ട രീതിയിൽ പറഞ്ഞില്ലെങ്കിൽ കൂടുതൽ കുഴച്ചിലുണ്ടാക്കുന്ന ഒരു കാര്യം തമാശ പറഞ്ഞു. അതൊക്കെ ഇതാണ്. പിന്നെ നമ്മൾ ഗെറ്റ് അവേ ഫ്രം ദി നമ്മളെ വിഷമിപ്പിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ഭാഗം, അതൊക്കെയാണ് സാധാരണയായി നമ്മൾ പറയുന്നത്. അപ്പോൾ സാർ അതിൻ്റെ എല്ലാം ഈ കാര്യങ്ങളല്ലാതെ സാധാരണയായി ചെയ്യേണ്ട കുറേ കാര്യങ്ങളൊക്കെ ആണ് സാർ പറഞ്ഞത്. എനിവേ വളരെ യൂസ്ഫുൾ ആയിരുന്നു. അതല്ലാണ്ട് സ്ട്രെസ് റിലീവ് ചെയ്യുന്നു, മാനേജ് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് ഏതാണ്ട് വലിയ കാര്യമാണെന്ന് തോന്നുന്ന രീതിയിലാണ് സാധാരണ ഇത് വരുന്നത്. ഇതല്ല, ഇത് നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒഴിവാക്കാൻ പറ്റിയ ചില മാർഗങ്ങളുണ്ട് എന്ന് സാറ് പറഞ്ഞു. ഇനി സാറിൻ്റെ ആ പ്രായോഗിക ജീവിതത്തിലെ, അതായത് പല കൗൺസിലിങ്ങിൻ്റെ എക്സ്പീരിയൻസിലും എല്ലാം കിട്ടിയ കാര്യങ്ങൾ അതിനോടുകൂടി മയപ്പെടുത്തി സിസ്റ്റമാറ്റിക് ആയിട്ട് സാർ അവതരിപ്പിച്ചു. താങ്ക് യു സർ. താങ്ക് യു. ഇത്രയും എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വേറെ ആരാ പറയുന്നേ? ഓമന ടീച്ചറുണ്ട്. ഡോക്ടർ കേൾക്കാമോ? സർ ഞാൻ പറഞ്ഞോട്ടെ? പറയൂ. ഞാൻ ഈ നമ്മുടെ സ്ക്രീനില് ഉലഹന്നാൻ സാറിനെ കാണുമ്പോഴൊക്കെ എനിക്ക് വലിയ ഒരു ദിവ്യ പ്രഭാവലയം ശിരസിനുള്ളിൽ ചുറ്റുമുള്ള ഒരാളിനെ പോലെ വളരെ സൗമ്യനും ശാന്തനും ഇളം പുഞ്ചിരിയുമായിട്ടിരിക്കുന്ന ഒരാളായിട്ട് കാണുമ്പോഴൊക്കെ എനിക്ക് വലിയ അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഒന്നിലും സംഭ്രമിക്കാതെ ഏത് ക്ലാസ് കേട്ടാലും അതിൻ്റെ ഈ പൂവിതളുകൾ
ഇങ്ങനെ മണത്ത് നോക്കുന്ന പോലെയുള്ള ഒരു മുഖഭാവമായിട്ടിരിക്കുന്ന സാറിനെ ഞാൻ വലിയ ആരാധനയോടെ ശ്രദ്ധിക്കാറുണ്ട്. നിങ്ങളുമൊക്കെ അത് കണ്ടിട്ടുണ്ടാവും. കാരണം നമ്മുടെ മുഖം മനസ്സിന്റെ കണ്ണാടി എന്നൊക്കെ പറയില്ലേ. അപ്പൊ അതിൽ ഞാൻ ഈ സ്ക്രീനിൽ വരുന്ന എല്ലാവരുടെയും മുഖം ഇങ്ങനെ ശ്രദ്ധാപൂർവം നോക്കുന്ന ഒരാളാണ്. അപ്പൊ ഉലയനാൻ സാർ ഈ മനുഷ്യനെ അങ്ങനെ എങ്ങനെയാണ് ദേവനാക്കി മാറ്റേണ്ടതെന്നൊരു ക്ലാസ് ആണ് ഇന്ന് തന്നത്. അതിന്റെ പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ഈ സമതലത്തിലൂടെ ഒഴുകുന്ന പുഴയുണ്ടല്ലോ, അതിങ്ങനെ ശാന്തമായി ഒഴുകും. അതിന്റെ അടിത്തട്ടിൽ നിന്ന് ഇങ്ങനെ വായുക്കുമിളകൾ മുകളിൽ വന്ന് പൊട്ടി വിടരുന്നത് പോലെ ഉള്ള ഒരു കുളിർജല പ്രവാഹം പോലെയുള്ള ഒരു ക്ലാസ്. നമുക്കെല്ലാം അറിയുന്ന കാര്യങ്ങൾ സാറ് പറഞ്ഞെങ്കിലും അത് അടുക്കും ചിട്ടയായിട്ടൊക്കെ പ്രസന്റ് ചെയ്ത് ഒക്കെ കേട്ട് കഴിഞ്ഞാൽ ഇത് കേട്ടാൽ ഒരു സൂക്കേടും വരില്ല. ഈ ഇങ്ങനെ ജീവിക്കുന്ന ഒരാളിന് മരിക്കാനേ പറ്റില്ല. കാരണം ഇയാളെ മാനസിക രോഗത്തിനും പിടികൂടാൻ പറ്റില്ല, ശാരീരിക അസ്വസ്ഥതകൾക്ക് പിടികൂടാൻ പറ്റില്ല. ഇയാള് സ്ട്രെസ് ഫ്രീ ആയിരിക്കും. ഇയാള് പ്രശാന്ത സുന്ദരമായിട്ട് ഒരു ജീവിതം നയിക്കുന്ന ഒരാളായിട്ട് മാറാനുള്ള ടിപ്സ് ആണ് സാറ് തന്നതൊക്കെ. പക്ഷെ നമുക്ക് സാധാരണക്കാർക്ക് അറിയാമല്ലോ, നമുക്കൊക്കെ ദേഷ്യം വരും, അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമുക്കൊക്കെ ഇത്തിരി ആക്രാന്തമുണ്ട്. 10 ലഭിച്ചാൽ 100-ന് മോഹം, 100 ലഭിച്ചാൽ 1000, അല്ലാതെ 100 കിട്ടി എന്നാ അതുകൊണ്ട് ഞാനെങ്ങനെ ഇരുന്ന് പോകുമെന്നൊക്കെ ഉള്ളത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. എങ്കിലും അടുക്കും ചിട്ടയുമായിട്ട് വളരെ നല്ല ഒരു ക്ലാസ്, യാതൊരു ആക്രാന്തവും ആക്രാന്തമല്ല, ആക്രോശങ്ങളില്ലാതെയും ഉദ്ധരണികളൊന്നും ഭയങ്കരമായിട്ട് പറഞ്ഞു പാണ്ഡിത്യം ചമയാതെയൊക്കെ ഉള്ള ഒരു നല്ല ക്ലാസ്. അത് ഇറ്റ് ലുക്സ് ലൈക്ക് വെരി സിമ്പിൾ ഒരു സംഗീതം പോലെ കേട്ടൊരു ക്ലാസ്. എന്തായാലും ഉലയന്നൻ സാർ പാലക്കാടുകാരനോടായതുകൊണ്ട് ഒരു പാലക്കാടനായ എനിക്ക് വലിയ സന്തോഷമായി. നല്ലൊരു ക്ലാസ് കേട്ട സംതൃപ്തിയും സന്തോഷവും ഉണ്ട്. താങ്ക് യു സർ. എനിക്ക് അതിന് കൂടെ ഒന്ന് പറയാനുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒന്നിച്ചു കൂടേണ്ടി വന്നു. ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോയതാണ്. പാലക്കാടുകാരനായ സുധാനൻ സാറിനെ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ആ നിമിഷത്തിൽ 4 ദിവസം മുമ്പാണ് സാറ് ആ ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോൾ എനിക്കുണ്ടായ ഒരു സന്തോഷം പോലെ ഞാൻ ഓടി ചെന്ന്, സാർ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്രയാണ്, നമ്മുടെ മനസ്സിൽ ഉള്ള ആഗ്രഹം അത് തീവ്രമാണെങ്കിൽ പൗലോ കൊയ്ല പറഞ്ഞതുപോലെ തന്നെ നടന്നിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. സത്യം. താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സാർ. വേറെ ആരാ വരുന്നേ? സാറിന്റെ കുഞ്ഞുമാവയും വന്നിട്ടുണ്ടല്ലോ. ഹായ്. രമാവതി മാം ഉണ്ടോ? ബിജു. സാറേ നമസ്കാരം. ആ, സാറിന്റെ ക്ലാസ് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറ് ഭവ്യമായിട്ടാണ് ഞാൻ എപ്പോഴും നമ്മളിപ്പം ക്ലാസ് എല്ലാം കേട്ടിട്ട് നമ്മളെല്ലാം പറയുമ്പോ കുറച്ച് സ്പീഡൊക്കെ ഉണ്ടാവും. സാറത് ക്ലാസ് കേട്ടിട്ടുള്ള നല്ല രീതിയിൽ അവതരിപ്പിക്കാറുണ്ട്. അപ്പം സാറിന്റെ ക്ലാസ്സും അങ്ങനെ വളരെ നല്ലൊരു അധ്യാപകനാണ്. സ്പീഡെല്ലാം കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് സാർ എപ്പം ഉണ്ടാവും. നമ്മളിപ്പം ആരോഗ്യത്തിന്റെ കാര്യത്തിലായാലും ആരോഗ്യം മനസ്സുമാണല്ലോ, ഒന്നിച്ചു കൂടുമ്പോഴാണല്ലോ നമുക്ക് അത് ശരിയല്ലാതിരിക്കുമ്പോഴാണല്ലോ പ്രശ്നം വരിക. ആരോഗ്യം മനസ്സും ഒരുപോലെ സഞ്ചരിക്കുമ്പോഴാണ് രോഗം ഇല്ലാതെയും സ്ട്രെസ് ഇല്ലാതെയും പോകുന്നത്. അപ്പൊ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുമ്പം ഒന്നിനും സമയമില്ലാത്ത അവസ്ഥ, 24 മണിക്കൂറും മതിയാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എവിടെയോ ഒരു പോരായ്മ ഉണ്ട് സാറേ. പണ്ടത്തേലും ഉപേക്ഷിച്ചിട്ട് നമുക്ക് എല്ലാവർക്കും എവിടെയോ ഒരു പോരായ്മ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ആ പോരായ്മ ഉണ്ടെന്നുള്ളതാണ്. ഞാൻ ചിലപ്പോ ക്ലാസ്സിൽ കുട്ടികളോട് ചോദിക്കാറുണ്ട്, ഇങ്ങനെ കൊല്ലങ്ങൾ ഇങ്ങനെ എല്ലാം കണക്കൂടി കൊടുത്തിട്ട് അവസാനം ബാക്കി കൊല്ലങ്ങൾ നിങ്ങൾ എന്താ ചെയ്തു എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം എന്നെ കാണുമ്പോൾ മറുപടി പറയണം എന്ന് പറയുമ്പോ കുട്ടികൾ ഇങ്ങനെ എന്താളിച്ച് നോക്കാറുണ്ട്, നീ എങ്ങനെയാ ഈ കൊല്ലങ്ങൾ പോകുന്നത്. ഞാൻ പറഞ്ഞു വേറെ ഒന്നല്ല, നമ്മളിങ്ങനെ വെറുതെ ഇരുന്ന് ചിന്തിക്കുക, കസേരയിൽ കുറെ നേരം ഇരിക്കുക, പിന്നെ എവിടെയെങ്കിലും സുഹൃത്തുക്കളെന്ന് വെച്ച് വെറുതെ പോയിട്ട് അങ്ങനെ കുറെ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യുന്നുള്ള അവരിങ്ങനെ പറയും, അത് കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടെന്നല്ലേ. അതിൽ തന്നെ ഇപ്പൊ 2017 നിയമം ഉണ്ടല്ലോ സാർ, മാനസികാരോഗ്യ സംരക്ഷണ നിയമമൊക്കെ വന്നിട്ടുണ്ട്. അതിലിപ്പം പിന്നെ ഈ മാനസിക രോഗികളുടെ എണ്ണം കുറവെന്നുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കുട്ടികളുടെ കാര്യത്തിൽ ഇങ്ങനെ സ്ട്രെസ് വരാൻ കാരണം
കുട്ടികൾക്ക് കുട്ടികളുടേതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് കൊടുക്കുന്നില്ല. അതിന് പകരം പാരന്റ്സ് അവര് ചെറുപ്പകാലത്ത് ആകാൻ പറ്റാത്ത കുറെ കാര്യങ്ങളുണ്ട്. അത് പല കാരണങ്ങളും കൊണ്ടാവാം. ചിലപ്പം ആദ്യത്തെ കുട്ടി ജനിച്ച് രണ്ടാമത് കുട്ടിയാകുമ്പോ ദാരിദ്ര്യം കൊണ്ട് ആ കുട്ടീനെ എടുക്കുന്ന ജോലിയാകുമ്പം സ്കൂളിങ് അത് കട്ടായിട്ടുണ്ടാവും. അപ്പൊ അവര് മനസ്സിൽ ഇങ്ങനെ ഡോക്ടർ ആവാനോ എഞ്ചിനീയർ ആവാനോ എങ്ങനെയെങ്കിലും ചെറിയ ചെറിയ ജോലിയൊക്കെ കിട്ടാനുള്ള ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അതേപോലെ ചിന്തിച്ചിട്ടോ അല്ലെങ്കിൽ അതുപോലെ അടുത്ത വീട്ടിലെ ആൾക്കാരെ അനുകരിക്കുന്നത് അങ്ങനെയുള്ളത് എന്റെ കുട്ടി ആയി തീരണം എന്നുള്ള രീതിയിൽ തന്നെ കുട്ടികളെ മുമ്പെന്ന് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നീ ഇങ്ങനെ വലുതായി കഴിയുമ്പോ ഒരു ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം. അപ്പൊ കുട്ടിക്കാണെങ്കിൽ ഒരു പരീക്ഷയിൽ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ തുടങ്ങി, പിന്നെ ബുദ്ധിമുട്ട് തുടങ്ങി. കാരണം എനിക്ക് എന്തായാലും ഇതൊന്നും ആവാൻ പറ്റില്ല. എന്നെ കുറെ ആള് ശ്രദ്ധിക്കുന്നുണ്ട്, ടീച്ചേഴ്സും പറയുന്നുണ്ട് നീ 10ലെത്തി അല്ലെങ്കിൽ നീ 12ാം ക്ലാസ്സിലെത്തി, നീ ഇങ്ങനെ നിൽക്കുന്നത് ഇപ്പം ഒരു കവലയിലാണ്, അപ്പൊ എങ്ങോട്ട് പോകണം, എവിടെ ചേരണം, പ്രൊഫഷണൽ കോഴ്സ്, ഇങ്ങനെ കുട്ടികളെ നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം ഇത് അധികം നീട്ടുന്നില്ല സാറേ. അപ്പൊ ഏതായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. കുട്ടികളും കൂടി ഇത് കേൾക്കണം എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഓക്കെ, വേറെ ആരും പറയാനില്ലെന്ന് തോന്നുന്നു. ബിജു ഉണ്ട്, റോക്സി. പത്മാവതി മാമിനോട് ഒരു ഉത്തരം പറയാനുണ്ട്. ഞാന് എന്റെ ആഗ്രഹം വക്കീലാവണമെന്നായിരുന്നു. വക്കീലാവും, പഠിക്കാനും പോയി 1 വർഷം. പിന്നെ വീട്ടിലെ പരിസ്ഥിതി കണ്ടപ്പോൾ ഞാൻ ഇട്ടേച്ചും പോന്നു. എനിക്ക് അതിനനുവദിച്ചിട്ടുണ്ടാവില്ല, ഞാൻ വിട്ടു പോന്നു, മറ്റു കാര്യങ്ങളിലേക്ക് പോയി. ഞാൻ കല്യാണം കഴിച്ച എൻ്റെ മൂത്ത മകനോട് ഞാൻ ചോദിച്ചു +2 കഴിഞ്ഞപ്പം, എടാ നിനക്കൊരു വക്കീലായിക്കോ? ഓ വേണ്ട. അവന്റെ ഉത്തരം അതായിരുന്നു. ഞാൻ പറഞ്ഞു എടാ നല്ല സ്കോപ്പ് ഉള്ളതാണ്. അപ്പൊ എന്നോട് ചോദിച്ചു അച്ഛനെന്താ പോവാൻ? ഞാൻ പറഞ്ഞു ഞാൻ പോയതാണ്, എൻ്റെ ആഗ്രഹം നടക്കാൻ നീ പോവോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്. സോ അന്ന് അങ്ങനെ ഒരു പറച്ചിൽ പറഞ്ഞതല്ലാതെ പിന്നെ ഒരിക്കലും ഞാൻ അവനെ അതിനു വേണ്ടി നിർബന്ധിച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ നിർബന്ധിക്കാത്തപ്പോ നമ്മളോട് ഒരു എതിരഭിപ്രായം വരുന്നില്ല. രണ്ടാമനോട് ഇതേ ചോദ്യം ചോദിച്ചു, വക്കീലാവാനല്ല, മെഡിസിന് പോകണമെങ്കിൽ ഇപ്പൊ സൗകര്യമുണ്ട്, പോകാം. വക്കീലാവാൻ എനിക്ക് പറ്റാത്ത സാമ്പത്തിക പരാധീനതയായിരുന്നു. പക്ഷെ നിനക്ക് ഇപ്പൊ പോണെങ്കിൽ പോ. ഇല്ല, ഞാൻ അതിന് പോകുന്നില്ല. അതും കഴിഞ്ഞു. ഉള്ളത് പറഞ്ഞാൽ അവൻ ഇന്നിപ്പോ ഒരു റേഡിയോ സൗണ്ട് എഞ്ചിനീയർ ആണ്, സ്വന്തമായി സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ മറ്റേതിലേക്കെങ്കിലും അവനെ തള്ളി വിട്ടിരുന്നെങ്കിൽ അവന്റെ ഐഡന്റിറ്റി അവന് പുറത്തു കാണിക്കാൻ പറ്റില്ലായിരുന്നു. എന്നറിയപ്പെടുന്ന ഒരു സൗണ്ട് റെക്കോർഡിസ്റ്റാണ്. സാന്ദർഭികമായി പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ പേരൻസിന്റെ ആഗ്രഹങ്ങൾ മുന്നിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അതിന്റെ പുറകെ അവനെ ഹോണ്ട് ചെയ്യാതിരുന്നാൽ മതി. ഓക്കെ, താങ്ക് യു. അപ്പോൾ വേറെ ആരും പറയാനില്ലെന്ന് തോന്നുന്നു. അങ്ങനെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്ന് പുലാനൻ സാറ് തകർത്തു എന്ന് വേണം പറയാൻ. കാരണം വളരെ ഭംഗിയായിട്ട് സാർ അതിനെ നല്ലവണ്ണം പ്രസന്റ് ചെയ്തു. വളരെ സിമ്പിളായിട്ട് അനുവല്ല പറഞ്ഞ പോലെ ഒരു PPT പോലും സഹായമില്ലാതെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണാൻ പറ്റുന്ന രീതിയിൽ സാർ അത് പ്രസന്റ് ചെയ്തു. ഓക്കെ സാർ, താങ്ക് യു വെരി മച്ച് വൺസ് അഗൈൻ. നാളത്തെ ദിവസം നമുക്ക് മോഹൻദാസ് സാറിന്റെ കഥയാണ്, കഥയിലുമുണ്ടൊരു കാര്യം നാളെ. ഓക്കെ, അപ്പോൾ നമുക്ക് നാളെ പിന്നെ കാണാം. See you and good night. Thank you, sir.